കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് നമ്മൾ പറയും. പക്ഷേ ഇരപിടിക്കുന്ന കാര്യത്തിൽ കടുവയെ കണ്ടുപഠിക്കണം. കടുവ ഒരിക്കലും വേട്ടയാടാൻ പോകുമ്പോൾ ഗർജിക്കാറില്ല. അത് ഇലയനങ്ങാതെ നടക്കും, ശ്വാസം പോലും ശബ്ദമുണ്ടാക്കാതെ സൂക്ഷിക്കും. അതിന്റെ ലക്ഷ്യം ആ മാനിന്റെ കഴുത്താണ്. ചാടി വീഴുന്ന ആ അവസാന നിമിഷം വരെ മരണം തൊട്ടുപിന്നിലുണ്ടെന്ന് ആ മാൻ അറിയില്ല. വിജയിക്കുന്ന മനുഷ്യനും ഇതുപോലെയാണ്. അവന്റെ നീക്കങ്ങൾ നിശബ്ദമായിരിക്കും, പക്ഷേ ഫലം അത് ലോകത്തെ ഞെട്ടിക്കുന്നതായിരിക്കും. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2300 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിന്റെ ചരിത്രം തിരുത്തിയെഴുതിയ ഒരു മനുഷ്യനെക്കുറിച്ചാണ്. ആചാര്യ ചാണക്യൻ. ഒരു സാധാരണ ബ്രാഹ്മണനായിരുന്നിട്ടും, ഒരു വടിയും കുടുമയും മാത്രം കൈമുതലായി ഉണ്ടായിരുന്നിട്ടും, അലക്സാണ്ടർ ചക്രവർത്തിയുടെ വരെ ഉറക്കം കെടുത്തിയ ബുദ്ധിരാക്ഷസൻ. ചാണക്യൻ തന്റെ ശിഷ്യന്മാരോട് എപ്പോഴും പറയുമായിരുന്നു, നിന്റെ വിജയത്തിന്റെ താക്കോൽ ഇരിക്കുന്നത് നിന്റെ ബുദ്ധിയിലല്ല, മറിച്ച് നിന്റെ നാവിലാണ്. നാവിനെല്ലില്ല, പക്ഷേ അതിനൊരു സാമ്രാജ്യത്തെ തകർക്കാൻ കഴിയും. ജീവിതത്തിൽ സാമ്പത്തികമായി ഉയരാൻ ആഗ്രഹിക്കുന്നവർ, കോടികൾ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ ഈ 5 കാര്യങ്ങൾ മരണം വരെ രഹസ്യമായി സൂക്ഷിക്കണം. ഇത് പുരാണകഥയല്ല, ഇത് 21ാം നൂറ്റാണ്ടിലെ കോർപ്പറേറ്റ് ലോകത്തും ബാധകമായ ചാണക്യതന്ത്രമാണ്. ചാണക്യനീതിയിലെ വളരെ പ്രശസ്തമായ ഒരു ശ്ലോകമുണ്ട്. നമുക്കൊരു പുതിയ കഥയിലൂടെ ഇത് മനസ്സിലാക്കാം. ഒരിക്കൽ തക്ഷശിലാ സർവകലാശാലയിൽ പഠിക്കുന്ന ഒരു ശിഷ്യൻ ചാണക്യനോട് ചോദിച്ചു, ഗുരോ, സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയുന്നവനല്ലേ യഥാർത്ഥ മനുഷ്യൻ? പിന്നെ എന്തിനാണ് നമ്മൾ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത്? എനിക്കുള്ളിലുള്ളതെല്ലാം ഞാൻ എല്ലാവരോടും പറയും, അതാണ് എന്റെ സ്വഭാവം. ചാണക്യൻ ചിരിച്ചുകൊണ്ടൊരു മറുപടി കൊടുത്തു, കാട്ടിൽ പോയി നോക്കൂ, നേരെ വളരുന്ന മരങ്ങളാണ് ആദ്യം വെട്ടപ്പെടുന്നത്. വളഞ്ഞ മരങ്ങൾ അവിടെ തന്നെ നിൽക്കും. സ്ട്രെയിറ്റ് ട്രീസ് ആർ കട്ട് ഫേസ്റ്റ്. എന്നിട്ട് ചാണക്യൻ അവനോടൊരു കഥ പറഞ്ഞു. ഒരു കാട്ടിൽ വിഷമില്ലാത്ത ഒരു പാമ്പുണ്ടായിരുന്നു. വിഷമില്ലാത്തതുകൊണ്ട് അത് ആരെയും ഉപദ്രവിച്ചിരുന്നില്ല. പക്ഷേ നാട്ടുകാർക്കത് മനസ്സിലായി. കുട്ടികൾ വന്നതിന്റെ വാലിൽ പിടിച്ചു വലിക്കാൻ തുടങ്ങി. ആളുകൾ അതിനെ കല്ലെറിഞ്ഞു. അവസാനം ആ പാമ്പ് ചാവാനായി കിടക്കുമ്പോൾ ഒരു സന്യാസി അവിടെ വന്നു. പാമ്പ് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഞാൻ ആരെയും കടിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണെനിക്ക് ഈ ഗതി വന്നത്? സന്യാസി പറഞ്ഞു, നിനക്ക് ബുദ്ധിയില്ലായിരിക്കാം, പക്ഷെ നിനക്ക് ചീട്ടാമായിരുന്നില്ലേ? പത്തി വിടർത്തിയൊന്ന് പേടിപ്പിക്കാമായിരുന്നില്ലേ? നിനക്ക് വിഷമില്ല എന്ന സത്യം നീ ലോകത്തെ അറിയിച്ചതുകൊണ്ടാണ് നീ ചവിട്ടേറ്റു മരിക്കുന്നത്. ചാണക്യൻ ശിഷ്യനോട് പറഞ്ഞു, സത്യസന്ധനാകാം, പക്ഷേ വിഡ്ഢിയാകരുത്. നിങ്ങളുടെ ഉള്ളിലെ ബലഹീനതകൾ, നിങ്ങളുടെ പദ്ധതികൾ, നിങ്ങളുടെ സമ്പത്തിന്റെ വിവരങ്ങൾ, ഇതൊക്കെ പുറത്തു പറയുന്നത് ആ പാമ്പ് എനിക്ക് വിഷമില്ലേ എന്ന് വിളിച്ചു പറയുന്നത് പോലെയാണ്. ലോകം ബലഹീനതയെ ചൂഷണം ചെയ്യും, ശക്തിയെ മാത്രമേ അത് ബഹുമാനിക്കൂ. ഇന്ന് നമ്മൾ കാണുന്ന പല പരാജയങ്ങളുടെയും കാരണം നോക്കൂ. ഒരു ബിസിനസ് ഐഡിയ മനസ്സിൽ തോന്നുമ്പോൾ തന്നെ നമ്മളത് സുഹൃത്തിനോട് പറയും, എടാ, ഞാനൊരു തട്ടുകട തുടങ്ങാൻ പോവുകയാണ്, അവിടെ സ്പെഷ്യൽ ദോശ കൊടുക്കും. 2 ആഴ്ച കഴിയുമ്പോൾ കാണുന്നതെന്താണ്? ആ സുഹൃത്ത് അതേ സ്ഥലത്ത് അതേ പേരിൽ കട തുടങ്ങിയിട്ടുണ്ടാകും. നിങ്ങളുടെ വാക്കാണ് നിങ്ങളുടെ ശത്രുവിന് കിട്ടുന്ന ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് ചാണക്യൻ നിർദ്ദേശിക്കുന്ന ആദ്യത്തെ രഹസ്യം നമുക്ക് പരിശോധിക്കാം. ഇത് നിങ്ങളുടെ കീശയിലെ പണവുമായി നേരിട്ട് ബന്ധമുള്ളതാണ്. ആദ്യത്തെ കാര്യം, അർത്ഥനാശം, സാമ്പത്തികമായ തകർച്ച. നിങ്ങൾ ധനികനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നഷ്ടങ്ങൾ, ലോസസ്, ഒരിക്കലും പരസ്യപ്പെടുത്തരുത്. നമ്മൾ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളത് സഹതാപം കിട്ടാൻ വേണ്ടി പാടി നടക്കും. എന്റെ കച്ചവടം പൊളിഞ്ഞു, ഷെയർ മാർക്കറ്റിൽ എന്റെ പണം പോയി, എനിക്ക് കടം കയറി മുടിഞ്ഞിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ അയ്യോ കഷ്ടമെന്ന് പറയുമായിരിക്കും. പക്ഷേ ഉള്ളിലോ? ചാണക്യൻ പറയുന്നു, നിന്റെ സാമ്പത്തിക തകർച്ച അറിഞ്ഞാൽ നിന്റെ സുഹൃത്തുക്കൾ പോലും നിന്നെ ഉപേക്ഷിക്കും, നിന്റെ ഭാര്യ പോലും നിന്നെ ബഹുമാനിക്കില്ല. ഇത് ചാണക്യന്റെ നിരീക്ഷണമാണ്. സമ്പത്തൊരു കവചമാണ്. ആ കവചത്തിന് ഓട്ട വീണുവെന്ന് ശത്രു അറിഞ്ഞാൽ അവൻ അവിടെ തന്നെ കുത്തും. ഇതൊരു ആധുനിക ഉദാഹരണത്തിലൂടെ നോക്കാം. വിജയ് മല്യയെ ഓർമ്മയില്ലേ? കിങ്ഫിഷർ എയർലൈൻസ് തകർന്നപ്പോഴും അയാൾ പുറത്തു കാണിച്ചത് രാജകീയമായ ജീവിതമാണ്, പാർട്ടികൾ, ആഘോഷങ്ങൾ. എന്തിനായിരുന്നു അത്? ഞാൻ തകർന്നിട്ടില്ല എന്ന് ലോകത്തെ കാണിക്കാൻ. ആ വിശ്വാസമുള്ളതുകൊണ്ടാണ് ബാങ്കുകൾ വീണ്ടും വീണ്ടും പണം കൊടുത്തത്. ഇത് ധാർമ്മികമായി ശരിയാണോ എന്നത് വേറെ കാര്യം, പക്ഷേ തന്ത്രമെന്ന നിലയിൽ അത് വിജയിച്ചു. നിങ്ങൾക്ക് പണമില്ലെങ്കിൽ, പട്ടിണിയാണെങ്കിൽ അത് 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കുക. പുറത്തിറങ്ങുമ്പോൾ രാജാവിനെപ്പോലെ നടക്കുക. കാരണം പണം പണത്തിന്റെ അടുത്തേക്കേ വരൂ. ദാരിദ്ര്യം പറയുന്നവന്റെ അടുത്തേക്ക് ലക്ഷ്മിദേവി കടന്നുവരില്ല. എന്നാൽ പണം മാത്രമല്ല രഹസ്യം. നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നുന്ന, നമ്മുടെ വീടിന്റെ അടിത്തറ ഇളക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് മറ്റുള്ളവരറിഞ്ഞാൽ നിങ്ങളുടെ മാനം പോകും. അടുത്ത ഭാഗത്തിൽ എന്തുകൊണ്ടാണ് ചാണക്യൻ ഗൃഹഛിദ്രം അഥവാ കുടുംബവഴക്കുകൾ അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ പറയുന്നത്?
വീട്ടിലെ പ്രശ്നങ്ങൾ പുറത്തു പറഞ്ഞാൽ എങ്ങനെയാണത് നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കുക അറിയണ്ടേ? പണ്ട് ഗ്രാമങ്ങളിൽ ഒരു ചൊല്ലുണ്ട്, അടുക്കളയിലെ പുക പുറത്തറിയരുത്. പക്ഷേ ഇന്നത്തെ കാലത്ത് പുകയല്ല, തീ തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലും നാട്ടുകാരുടെ മുന്നിലും പ്രദർശിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മരണം വരെ രഹസ്യമായി സൂക്ഷിക്കേണ്ടത് ഗൃഹഛിദ്രം, അതായത് കുടുംബത്തിലെ വിള്ളലുകൾ, വഴക്കുകൾ. ചാണക്യം ചോദിക്കുന്നു, പൊട്ടിയ മൺകലം ആരെങ്കിലും വില കൊടുത്തു വാങ്ങുമോ? ഇല്ല. അതുപോലെയാണ് കുടുംബം. പുറമേ നോക്കുമ്പോൾ അത് ഭദ്രമായിരിക്കണം. ഉള്ളിൽ വിള്ളലുകളുണ്ടാകാം, വഴക്കുകളുണ്ടാകാം, പക്ഷേ അത് പുറംലോകമറിഞ്ഞാൽ നിങ്ങളുടെ വില ഇടിഞ്ഞു. ഒരു കഥ പറയാം. രാമനും കൃഷ്ണനും 2 ബിസിനസ് പാർട്ണർമാരായിരുന്നു. അവർ വലിയൊരു പ്രോജക്റ്റിനു വേണ്ടി ഒരു ഇൻവെസ്റ്ററെ കാണാൻ പോയി. സംസാരത്തിനിടയിൽ രാമന്റെ ഫോൺ ബെല്ലടിച്ചു. ഭാര്യയാണ്. രാമൻ ഫോണെടുത്ത് എല്ലാവരും കേൾക്കെ ഭാര്യയോട് ദേഷ്യപ്പെട്ടു. നിനക്ക് വിവരമില്ലേ, വീട്ടിലെന്നും പ്രശ്നമാണല്ലോ എന്നൊക്കെ പറഞ്ഞു വലിയ ബഹളമുണ്ടാക്കി. ഇൻവെസ്റ്റർ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ഇൻവെസ്റ്റർ പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് പണം മുടക്കാൻ താൽപ്പര്യമില്ല. രാമൻ ഞെട്ടിപ്പോയി. സാർ, ഞങ്ങളുടെ പ്ലാൻ പെർഫെക്റ്റ് അല്ലേ, പിന്നെന്താ പ്രശ്നം? ഇൻവെസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ രാമൻ, സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് കോടികൾ വിലമതിക്കുന്ന എന്റെ കമ്പനി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? വീട്ടിൽ സമാധാനമില്ലാത്തവന്റെ മനസ്സ് ഒരിക്കലും ബിസിനസ്സിലുണ്ടാകില്ല. കണ്ടില്ലേ, നിങ്ങളുടെ വ്യക്തിജീവിതം, പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിന്റെ കണ്ണാടിയാണ്. നിങ്ങൾ ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ കൂട്ടുകാരോട് കുറ്റം പറയുമ്പോൾ അവർ തലകുലുക്കി കേൾക്കും, അയ്യോ കഷ്ടം എന്ന് പറയും. പക്ഷെ തിരിഞ്ഞു നടക്കുമ്പോൾ അവർ ചിരിക്കും. മാത്രമല്ല, നാളെ നിങ്ങൾ തമ്മിൽ ബിസിനസ്സിൽ ഒരു തർക്കം വന്നാൽ അവർ പറയും, ഓ അവനെക്കൊണ്ട് പറ്റില്ല, അവന്റെ വീട്ടിൽ എന്നും അടിപിടിയാണ്. നിങ്ങളുടെ ബലഹീനതകൾ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് കുടുംബവഴക്കുകൾ പുറത്തു പറയുന്നത്. അതുകൊണ്ട് ചാണക്യൻ പറയുന്നു, വീടിനുള്ളിൽ എന്തു സംഭവിച്ചാലും വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ ലോകത്തിനു മുന്നിൽ നിങ്ങൾ ഒറ്റക്കെട്ടായിരിക്കണം. ഏകത്വമാണ് ശക്തി. മൂന്നാമത്തെ കാര്യം, ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അപമാനം. നിങ്ങൾക്ക് നേരിട്ട അപമാനങ്ങൾ. നമുക്കാരെങ്കിലും പരസ്യമായി അപമാനിച്ചാൽ അല്ലെങ്കിൽ വഴക്കു പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ഉടനെ അടുത്ത സുഹൃത്തിനെ വിളിക്കും, എടാ അവനെന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തി എന്ന് പറഞ്ഞ് കരയും. ചാണക്യൻ പറയുന്നു, നിർത്തൂ, നിനക്ക് കിട്ടിയ അപമാനം നീ വിഴുങ്ങുക, അത് തുപ്പരുത്. എന്തുകൊണ്ട്? ശിവഭഗവാൻ കാളകൂട വിഷം കഴുത്തിൽ സൂക്ഷിച്ചതുപോലെ അപമാനം നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കണം. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. രത്തൻ ടാറ്റയുടെ ജീവിതത്തിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു കഥയുണ്ട്. വർഷങ്ങൾക്കു മുൻപ് ടാറ്റ ഇൻഡിക്ക കാർ വിൽക്കാൻ വേണ്ടി അദ്ദേഹം ഫോർഡ് കമ്പനിയെ സമീപിച്ചു. അന്ന് ഫോർഡ് ചെയർമാൻ അദ്ദേഹത്തെ അപമാനിച്ചു. കാർ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ എന്തിനാടാ ഈ പണിക്കിറങ്ങിയത് എന്ന രീതിയിൽ സംസാരിച്ചു. രത്തൻ ടാറ്റ അന്ന് തിരിച്ചൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ആ അപമാനം ആരോടും കൊട്ടിഘോഷിച്ചു നടന്നില്ല. എന്നെ ഫോർഡ് അപമാനിച്ചേ എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയില്ല. അദ്ദേഹം ആ അപമാനം ഒരു തീയായി മനസ്സിൽ സൂക്ഷിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ടാറ്റ മോട്ടോഴ്സ് വളർന്നു. ഫോർഡ് കമ്പനി തകർന്നു. അതേ ഫോർഡ് അവരുടെ ജാഗ്വാർ, ലാൻഡ് റോവർ ബ്രാൻഡുകൾ ടാറ്റയ്ക്ക് വിറ്റു. അന്ന് ഫോർഡ് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചു. ഇതാണ് മധുരമായ പ്രതികാരം. നിങ്ങൾ അപമാനം വിളിച്ചു പറഞ്ഞാൽ ലോകം നിങ്ങളെ ഒരു ഇരയായി കാണും. പാവം, അവനെ എല്ലാവരും ചവിട്ടുന്നു എന്ന് പറയും. പക്ഷെ നിങ്ങളത് മിണ്ടാതെ സഹിച്ചാൽ ആ അപമാനം നിങ്ങളെ ഉള്ളിൽ നിന്ന് കത്തിക്കും. ആ തീയിൽ നിന്നാണ് വിജയമുണ്ടാകേണ്ടത്. ചാണക്യൻ പറയുന്നു, അഗ്നി പുകയരുത്, അത് ജ്വലിക്കണം. നിങ്ങൾക്ക് കിട്ടിയ ഓരോ കളിയാക്കലുകളും ഓരോ നോകളും ഓരോ തിരസ്കരണങ്ങളും നിങ്ങളുടെ മനസ്സിലെ ലോക്കറിൽ സൂക്ഷിക്കുക. നിങ്ങൾ വിജയിച്ച് ഉന്നതങ്ങളിലെത്തിക്കഴിയുമ്പോൾ ആ വിജയം തന്നെയായിരിക്കും അവർക്കുള്ള മറുപടി. ശബ്ദമില്ലാതെ പണിയെടുക്കുക, വിജയം ശബ്ദമുണ്ടാക്കട്ടെ. വർക്ക് ഹാർഡ് ഇൻ സൈലൻസ്, ലെറ്റ് സക്സസ് മേക്ക് ദ നോയ്സ്. ഇനി നാലാമത്തെ കാര്യം. ഇത് വളരെ തന്ത്രപരമായ ഒന്നാണ്. നമ്മൾ പലപ്പോഴും ആവേശത്തിനു പുറത്ത് പറഞ്ഞു പോകുന്നതും എന്നാൽ നമ്മുടെ ഭാവി തന്നെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒന്നും നിങ്ങളുടെ ഭാവി പരിപാടികൾ. ഞാൻ അത് ചെയ്യാൻ പോകുകയാണ്, ഞാൻ ഇത് ചെയ്യാൻ പോകുകയാണ് എന്ന് പറയുന്നവരാണോ നിങ്ങൾ? എങ്കിൽ സൂക്ഷിക്കുക, നിങ്ങൾ പരാജയപ്പെടാൻ പോകുന്നു. എന്തുകൊണ്ടാണ് ചാണക്യൻ പദ്ധതികൾ രഹസ്യമായി സൂക്ഷിക്കാൻ പറയുന്നത്? ശാസ്ത്രീയമായി ഇതിനെന്തു വിശദീകരണമാണുള്ളത്? അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാം. നാലാമത്തെ കാര്യം, ഒരുപക്ഷേ ഇതിൽ വച്ച് ഏറ്റവും പ്രധാനം ഇതാണ്. ചാണക്യൻ പറയുന്നു, മനസാ ചിന്തിതം കാര്യം വചസ ന പ്രകാശേത്. മനസ്സിൽ വിചാരിച്ച കാര്യം അത് ചെയ്തു തീർക്കുന്നതുവരെ പുറത്തു പറയരുത്. നമ്മൾ മലയാളികൾക്കൊരു ശീലമുണ്ട്, വായ വെച്ചാൽ വാഴ വെക്കണ്ട എന്ന് പറയാറില്ലേ?
ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ഉടനെ അത് സ്റ്റാറ്റസ് ഇടും. സ്റ്റാർട്ടഡ് എ ന്യൂ ജേർണി, ബിഗ് തിങ്സ് കമ്മിങ് സൂൺ. ശാസ്ത്രീയമായി, സൈക്കോളജിക്കലി ഇതിനൊരു വലിയ പ്രശ്നമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുകയാണ് എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ അഭിനന്ദനം നിങ്ങൾക്കപ്പോൾ തന്നെ കിട്ടുന്നു. വൗ, സൂപ്പർ, നീ പൊളിക്കും എന്നവർ പറയും. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന സന്തോഷ ഹോർമോൺ ഉണ്ടാകും. തലച്ചോറിനൊരു തെറ്റിദ്ധാരണ വരും. ഓ, ആ കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞു, എനിക്ക് കിട്ടേണ്ട കയ്യടി കിട്ടി. അതോടെ ആ കാര്യം ചെയ്യാനുള്ള യഥാർത്ഥ ആവേശം നിങ്ങൾക്ക് നഷ്ടപ്പെടും. പകുതി വഴിയിൽ നിങ്ങളത് ഉപേക്ഷിക്കും. ഇനി തന്ത്രപരമായ വശം നോക്കാം. ചാണക്യൻ ചോദിക്കുന്നു, നിന്റെ ആയുധം എവിടെയാണെന്ന് ശത്രുവിന് കാണിച്ചു കൊടുക്കുമോ? നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു. സ്ഥലം കണ്ടുവച്ചു, പേര് കണ്ടുപിടിച്ചു. നിങ്ങളത് ആവേശത്തോടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു. ആ സുഹൃത്തിന് ഒരുപക്ഷേ നിങ്ങളോട് സ്നേഹമുണ്ടാകാം, പക്ഷേ അവന് സ്വന്തം വിജയത്തോടാണ് കൂടുതൽ സ്നേഹം. നിങ്ങൾ തുടങ്ങുന്നതിനു മുൻപേ നിങ്ങളുടെ ഐഡിയ അവൻ കോപ്പി ചെയ്താലോ? അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാൻ അവൻ വേറെ ആൾക്കാരെ വിട്ടാലോ? ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നത് മണ്ണിനടിയിലാണ്, ആരും കാണാതെ. ആ വിത്ത് മണ്ണിനടിയിൽ കിടന്ന് ഇരുട്ടിൽ കിടന്നാണ് മുളയ്ക്കുന്നത്. നിങ്ങളാ വിത്തെടുത്ത്, ഇതാ നോക്കൂ എന്ത് ഭംഗിയുള്ള വിത്താണ് എന്ന് വെയിലത്ത് വെച്ചാൽ അത് മുളയ്ക്കുമോ? ഇല്ല, അത് ഉണങ്ങിപ്പോകും. നിങ്ങളുടെ സ്വപ്നങ്ങളും വിത്തുകൾ പോലെയാണ്. അവയ്ക്ക് വളരാൻ ഇരുട്ട്, സീക്രസി ആവശ്യമാണ്. പലരും ചോദിക്കും, എന്നാൽ പിന്നെ ആരുടെ അടുത്തും പറയണ്ടേ, ഉപദേശം ചോദിക്കണ്ടേ? ചോദിക്കാം, പക്ഷേ ആരോട്? വിദഗ്ധരോട് മാത്രം, അല്ലാതെ നാട്ടുകാരോടല്ല. ഒരു വീട് വയ്ക്കാൻ പ്ലാനുണ്ടെങ്കിൽ ആർക്കിടെക്റ്റിനോട് സംസാരിക്കുക, അല്ലാതെ ചായക്കടയിലെ സുഹൃത്തിനോടല്ല. അവൻ പറയും, ഇപ്പൊ വീട് വെക്കണ്ട, സിമന്റിന് വില കൂടും. അതുമതി നിങ്ങളുടെ കോൺഫിഡൻസ് തകർക്കാൻ. മറ്റൊരു രഹസ്യം കൂടി ഇതിലുണ്ട്. നമ്മുടെ ഉള്ളിലെ ഊർജ്ജം പരിമിതമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഊർജ്ജം വായുവിലൂടെ നഷ്ടപ്പെടുകയാണ്. പ്രവർത്തിക്കുമ്പോൾ ആ ഊർജ്ജം കാര്യക്ഷമമാവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും വിജയിച്ച ആളുകൾ, വലിയ കോടീശ്വരന്മാർ, അവർ വളരെ കുറച്ചേ സംസാരിക്കൂ. അവർ ഞാനത് ചെയ്യും എന്ന് പറയില്ല, ചെയ്തു കഴിഞ്ഞിട്ട് പറയും ഞാനത് ചെയ്തു എന്ന്. ഇലോൺ മസ്ക് ട്വിറ്റർ വാങ്ങാൻ പോകുന്ന കാര്യം ലോകമറിഞ്ഞത് അവസാന നിമിഷമാണ്. അംബാനി ജിയോ ലോഞ്ച് ചെയ്തത് വർഷങ്ങളുടെ നിശബ്ദമായ പണിക്ക് ശേഷമാണ്. അതുകൊണ്ട് 2026-ൽ നിങ്ങൾക്ക് ധനികനാകണമെങ്കിൽ ഒരു ശീലം മാറ്റുക. നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് ആരെയും അറിയിക്കരുത്. അവരെ തെറ്റിദ്ധരിപ്പിക്കുക, മിസ്ലീഡ് ദം ഇഫ് നെസസറി. നിങ്ങൾ ഇടത്തോട്ട് നോക്കുക, എന്നിട്ട് വലത്തോട്ട് വെട്ടിക്കുക. 5-ാമത്തെ കാര്യം, ഇത് ആത്മീയവും ഭൗതികവുമായ വിജയത്തിന് അത്യാവശ്യമാണ്. ദാനം, നിങ്ങൾ ചെയ്ത ദാനധർമ്മങ്ങൾ. ബൈബിളിൽ പറയുന്നുണ്ട്, വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയരുത്. ചാണക്യനും ഇതുതന്നെയാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ചാരിറ്റി എന്നത് ഒരു PR വർക്കാണ്. ഒരു പൊതിച്ചോറ് കൊടുക്കാൻ 5 പേർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. ചാണക്യൻ പറയുന്നു, നീ ചെയ്ത ദാനം നീ വിളിച്ചു പറഞ്ഞാൽ ആ പുണ്യം അവിടെ തീർന്നു. മാത്രമല്ല, നിങ്ങൾ പണം കൊടുക്കുന്ന വ്യക്തിയെ നിങ്ങൾ അപമാനിക്കുകയാണ്. അവന്റെ ഗതികേട് വെച്ച് നിങ്ങൾ ലൈക്ക് വാങ്ങുകയാണ്. ഇതെങ്ങനെയാണ് ധനികനാവാൻ സഹായിക്കുക? പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്, ലോ ഓഫ് യൂണിവേഴ്സ്. നിശബ്ദമായി കൊടുക്കുന്നവന് പ്രപഞ്ചം 10 ഇരട്ടിയായി തിരിച്ചു കൊടുക്കും. പരസ്യമായി കൊടുക്കുന്നവന് പ്രശസ്തി കിട്ടും, പക്ഷേ ഐശ്വര്യം കിട്ടില്ല. കൂടാതെ നിങ്ങൾ വലിയ ദാനശീലനാണെന്നറിഞ്ഞാൽ അത് മുതലെടുക്കാൻ പറ്റുന്നവരുടെ നീണ്ട നിര നിങ്ങളുടെ വീടിനു മുന്നിലുണ്ടാകും. നിങ്ങളുടെ സമയം അവർ അപഹരിക്കും. അതുകൊണ്ട് കൊടുക്കുക, ഉദാരമായി കൊടുക്കുക. പക്ഷേ അത് നിങ്ങളും ദൈവവും മാത്രം അറിയട്ടെ. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ 5 കാര്യങ്ങൾ പഠിച്ചു. ആർഥിക നഷ്ടങ്ങൾ, കുടുംബ വഴക്കുകൾ, അപമാനങ്ങൾ, ഭാവി പദ്ധതികൾ, ചെയ്ത ദാനധർമ്മങ്ങൾ. ഈ 5 കാര്യങ്ങളും കൈപ്പിടിയിൽ ഒതുക്കിപ്പിടിച്ചാൽ ആ കൈക്ക് വല്ലാത്തൊരു ശക്തിയുണ്ടാകും. പക്ഷേ ഇത് മാത്രം മതിയോ? രഹസ്യങ്ങൾ സൂക്ഷിച്ചാൽ മാത്രം മതിയോ വിജയിക്കാൻ? പോരാ. ചാണക്യൻ പറയുന്നു, രഹസ്യം സൂക്ഷിക്കുന്നത് പ്രതിരോധമാണ്, ഡിഫൻസാണ്. വിജയിക്കാൻ ആക്രമണം കൂടി വേണം. എങ്ങനെയാണൊരു സാധാരണക്കാരൻ തന്റെ ബുദ്ധികൊണ്ട് വലിയവരെ തോൽപ്പിക്കുന്നത്? എന്താണ് ചാണക്യതന്ത്ര? അടുത്ത ഭാഗത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ, ഓഫീസിൽ, ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 3 മൈൻഡ് ഗെയിമുകൾ ഞാൻ പറഞ്ഞുതരാം. ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ വേണ്ട എന്നു പറയണം. തയ്യാറല്ലേ ആ തന്ത്രങ്ങൾ പഠിക്കാൻ? സുഹൃത്തുക്കളെ, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് ഒരു കവചമാണ്, ഷീൽഡ്. അത് നിങ്ങളെ സംരക്ഷിക്കും. പക്ഷേ യുദ്ധം ജയിക്കണമെങ്കിൽ വാള് വേണം. ആ വാളാണ് നമ്മുടെ ബുദ്ധി. നമ്മൾ ജീവിക്കുന്നത് സന്യാസിമാരുടെ കൂടെയല്ല, പലതരം സ്വഭാവമുള്ള മനുഷ്യർക്കിടയിലാണ്. അസൂയയുള്ളവർ, കാലുവാരുന്നവർ, മുഖസ്തുതി പറയുന്നവർ, മുതലെടുക്കുന്നവർ. ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം? ചാണക്യൻ പറയുന്നു, നാഗത്തിന് വിഷമില്ലെങ്കിലും അത് പത്തി വിടർത്തണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 21-ാം നൂറ്റാണ്ടിലെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്ന 3 ചാണക്യ തന്ത്രങ്ങളാണ്. ഇത് മാജിക്കല്ല,
ഇത് പ്യുവർ സൈക്കോളജിയാണ്. ഒന്നാമത്തെ തന്ത്രം, മുഖസ്തുതി പറയുന്നവരെ തിരിച്ചറിയുക. ചാണക്യൻ പറയുന്നു, ദുർജനഃ പ്രിയവാദീച്ച നൈതദ് വിശ്വാസകാരണം. ദുഷ്ടനായൊരാൾ പെട്ടെന്ന് മധുരമായി സംസാരിക്കാൻ തുടങ്ങിയാൽ അവനെ വിശ്വസിക്കരുത്. തേനിന്റെ ഉള്ളിൽ വിഷമുണ്ടാകും. നിങ്ങളുടെ ഓഫീസിലോ ബിസിനസ്സിലോ ബന്ധുക്കൾക്കിടയിലോ ഒരാൾ പെട്ടെന്ന് നിങ്ങളെ വാനോളം പുകഴ്ത്താൻ തുടങ്ങിയോ? സാറിനെപ്പോലെ വേറെ ആരുമില്ല, നിങ്ങളാണെന്റെ റോൾ മോഡൽ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഈഗോ വീർക്കും, നമ്മൾ അലിഞ്ചുപോകും. അവിടെയാണ് നമ്മൾ തോൽക്കുന്നത്. ചാണക്യൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: ആവശ്യത്തിൽ കൂടുതൽ മധുരം വിളമ്പുന്നവൻ എന്തോ കയ്പുള്ള കാര്യം ഒളിപ്പിക്കുന്നുണ്ട്. ഇവരെ കൈകാര്യം ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ. അവർ പുകഴ്ത്തുമ്പോൾ വികാരഭരിതരാകാതെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുക, സന്തോഷം, ഇപ്പോഴെന്താണ് കാര്യം? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? കട്ട് ടു ദ ചേസ്. ആ ചോദ്യം മതി അവരുടെ മുഖമൂടി അഴിഞ്ഞു വീഴാൻ. നിങ്ങളെ വിമർശിക്കുന്നവനെ ഭയക്കണ്ട, അവൻ നിങ്ങളുടെ ഗുണമാണ് നോക്കുന്നത്. പക്ഷേ നിങ്ങളെ അനാവശ്യമായി പുകഴ്ത്തുന്നവനെ ഭയക്കുക, അവൻ നിങ്ങളുടെ പോക്കറ്റാണ് നോക്കുന്നത്. രണ്ടാമത്തെ തന്ത്രം, ധനികനാകാൻ ഏറ്റവും അത്യാവശ്യമായ ഒന്ന്, വേണ്ട എന്ന് പറയാൻ പഠിക്കുക. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ സമയം, നമ്മുടെ പണം, നമ്മുടെ ഊർജം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദാനം ചെയ്യുന്നു. അവൻ എന്തു വിചാരിക്കും എന്ന പേടി കാരണം നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്കും തലകുലുക്കുന്നു. ചാണക്യൻ പറയുന്നു, അമിതമായ നിഷ്കളങ്കത ആപത്താണ്. കാട്ടിൽ നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം വെട്ടപ്പെടുന്നത്. നിങ്ങളുടെ സമയം ചോദിച്ചു വരുന്നവരോട്, നിങ്ങളുടെ പണം കടം ചോദിച്ചു വരുന്നവരോട് തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പുള്ളപ്പോൾ മാന്യമായി എന്നാൽ ഉറച്ച സ്വരത്തിൽ ഇല്ല എന്ന് പറയാൻ പഠിക്കണം. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ സുഹൃത്തു വരുന്നു, എടാ എനിക്കൊരൽപ്പം പണം വേണം, അടുത്തയാഴ്ച തരാം. നിങ്ങൾക്കറിയാം അവൻ തരില്ലെന്ന്, പക്ഷേ സൗഹൃദമോർത്ത് നിങ്ങൾ കൊടുക്കുന്നു. അടുത്തയാഴ്ച പണം കിട്ടില്ല, നിങ്ങൾ ചോദിക്കാൻ മടിക്കുന്നു. അവസാനം സൗഹൃദവും പോയി, പണവും പോയി. ഇവിടെ ചാണക്യൻ പറയുന്ന വഴി ഇതാണ്: ആദ്യമേ പറയുക, ക്ഷമിക്കണം, എനിക്ക് തരാൻ നിർവാഹമില്ല. ആ നിമിഷം അവന് ചെറിയ വിഷമം തോന്നും, പക്ഷേ നിങ്ങളുടെ പണം സേഫാണ്. കുറച്ചു കഴിയുമ്പോൾ ആ വിഷമം മാറും, പക്ഷേ പണം പോയാൽ ആ ബന്ധം എന്നേക്കുമായി തകരും. ശരിയായ സമയത്ത് വേണ്ട എന്ന് പറയുന്നത് നിങ്ങളുടെ വില കൂട്ടുകയേയുള്ളൂ. ആളുകൾ മനസ്സിലാക്കും, ഇവനെ വെറുതെ ചൂഷണം ചെയ്യാൻ പറ്റില്ല എന്ന്. മൂന്നാമത്തെ തന്ത്രം, സംസാരം കുറയ്ക്കുക, കേൾവി കൂട്ടുക. ഒരു മീറ്റിംഗിലോ ചർച്ചയിലോ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവനായിരിക്കും പലപ്പോഴും ഏറ്റവും കുറഞ്ഞ അറിവുള്ളവൻ. ഏറ്റവും ബുദ്ധിയുള്ളവൻ മിണ്ടാതെയിരിക്കും, അവൻ എല്ലാവരെയും നിരീക്ഷിക്കും. ചാണക്യൻ പറയുന്നു, ഒരു വിഡ്ഢി മൗനം പാലിച്ചാൽ അവനും പണ്ഡിതനായി മാറും. നിങ്ങൾ വായ തുറക്കുന്നതുവരെ നിങ്ങളുടെ അറിവിന്റെ ആഴം ആരും അറിയില്ല. കൂടുതൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സിരിപ്പ് മനസ്സിലാകും. അവരുടെ പ്ലാനുകൾ, അവരുടെ ബലഹീനതകൾ എല്ലാം അവർ തന്നെ പറഞ്ഞുതരും. വിവരങ്ങളാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള വിവരങ്ങൾ പുറത്തേക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ വിവരങ്ങൾ കിട്ടുകയാണ്. ഒരു ബിസിനസ് ഡീലിൽ വില പേശുമ്പോൾ ആദ്യം വില പറയരുത്. എതിരാളിയെക്കൊണ്ട് പറയിപ്പിക്കുക. അവന്റെ ആകാംക്ഷ, അവന്റെ ലിമിറ്റ് എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങളുടെ കാർഡ് ഇറക്കുക. അതാണ് വിജയിയുടെ രീതി. ഈ തന്ത്രങ്ങൾ പഠിച്ചു, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പഠിച്ചു. പക്ഷെ ഇനിയാണ് ഏറ്റവും വലിയ ചോദ്യം. ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് പണം വരുന്നില്ല? എന്തുകൊണ്ട് ഞാൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു? ചാണക്യൻ ഇതിന് കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്. ധനികനാകാൻ കഠിനാധ്വാനം മാത്രം പോരാ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം, നിങ്ങൾ കൂട്ടുകൂടുന്നയാളുകൾ, ഇത് രണ്ടും തെറ്റാണെങ്കിൽ നിങ്ങൾ എത്രയോടിയാലും ഒരിടത്തുമെത്തില്ല. അടുത്ത ഭാഗത്തിൽ ദേശത്യാഗം എന്ന ആശയത്തെക്കുറിച്ച് പറയാം. എപ്പോഴാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഉപേക്ഷിക്കേണ്ടത്? എപ്പോഴാണ് നമ്മൾ കൂട്ടുകാരെ മാറ്റേണ്ടത്? ഈ മാറ്റം, അത് നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റിമറിക്കും. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് കഴിവില്ലാത്തതുകൊണ്ടല്ല, നമ്മൾ വളരാൻ പറ്റാത്ത മണ്ണിലാണ് നിൽക്കുന്നത് എന്നതുകൊണ്ടാണ്. ചാണക്യൻ ചോദിക്കുന്നു, കല്ലുകൾ നിറഞ്ഞ നിലത്ത് വിത്ത് വിതച്ചാൽ അത് മുളയ്ക്കുമോ? ഇല്ല. ആ വിത്തിന് എത്ര ഗുണമേന്മയുണ്ടെങ്കിലും അത് മുളയ്ക്കില്ല. ഇവിടെയാണ് ദേശത്യാഗം എന്ന ആശയം പ്രസക്തമാകുന്നത്. ചാണക്യൻ പറയുന്നു, യസ്മിൻ ദേശേ ന സമ്മാനോ, അഥവാ എവിടെയാണോ നിനക്ക് ബഹുമാനം ലഭിക്കാത്തത്, എവിടെയാണോ നിനക്ക് ഉപജീവനത്തിന് മാർഗമില്ലാത്തത്, എവിടെയാണോ നിനക്ക് പുതിയ അറിവുകൾ ലഭിക്കാത്തത്, ആ ദേശം നീ ഉപേക്ഷിക്കണം. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. നിങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലത്ത്, നാട്ടുകാരുടെ ഇടയിൽ നിങ്ങളെന്നും ആ പഴയ ചെക്കൻ അല്ലെങ്കിൽ പെൺകുട്ടി മാത്രമായിരിക്കും. നിങ്ങളുടെ വളർച്ച അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ വലിയൊരു കരിയർ ഉണ്ടാക്കാൻ
പലപ്പോഴും നമ്മൾ നമ്മുടെ നാട് വിട്ടുപോകേണ്ടി വരും. ഗൾഫിലോ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ വിദേശത്തോ പോയി വിജയിച്ച എത്രയോ മലയാളികൾ. അവർ നാട്ടിൽ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ ആ വിജയം കാണില്ലായിരുന്നു. എന്തുകൊണ്ട്? പുതിയ സ്ഥലത്ത് നിങ്ങൾക്ക് പഴയ ലേബലുകളില്ല. നിങ്ങൾ ആരാണെന്ന് ആർക്കും അറിയില്ല. അവിടെ നിങ്ങൾക്ക് 0-ൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ കഴിവ് മാത്രമാണ് അവിടെ നിങ്ങളുടെ വിലാസം. അതുകൊണ്ട് സുഹൃത്തേ, 2026-ൽ നിങ്ങൾ ഇപ്പോഴും പച്ച പിടിക്കാതെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിക്കുക. പ്രശ്നം നിങ്ങളിലാണോ അതോ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിലാണോ? ധൈര്യമായി ബാഗ് പാക്ക് ചെയ്യുക. എവിടെയാണോ അവസരങ്ങളുള്ളത് അങ്ങോട്ട് പറക്കുക. കംഫർട്ട് സോണാണ് വിജയത്തിന്റെ ശവപ്പറമ്പ്. സ്ഥലം മാറിയതുകൊണ്ട് മാത്രം കാര്യമായില്ല. നിങ്ങൾ ആരുടെ കൂടെ നടക്കുന്നു എന്നത് അതിലും പ്രധാനമാണ്. ചാണക്യൻ പറയുന്നു, ത്യജ ദുർജന സംസർഗം ഭജ സാധു സമാഗമം. അഥവാ ദുഷ്ടജനങ്ങളുടെ കൂട്ടുകെട്ട് ഉപേക്ഷിക്കുക, സജ്ജനങ്ങളുടെ കൂടെ ചേരുക. ഇതൊരു സാധാരണ ഉപദേശം പോലെ തോന്നാം. പക്ഷേ ഇതിന്റെ ശാസ്ത്രം നോക്കൂ. നിങ്ങൾ 5 കോടീശ്വരന്മാരുടെ കൂടെയാണ് ദിവസവും നടക്കുന്നതെങ്കിൽ 6ാമത്തെ കോടീശ്വരൻ നിങ്ങളായിരിക്കും. നേരെ മറിച്ച് 5 മടിയന്മാരുടെ കൂടെയാണ് അല്ലെങ്കിൽ 5 കുറ്റം പറയുന്നവരുടെ കൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ 6ാമത്തെ പരാജയം നിങ്ങളായിരിക്കും. എന്തുകൊണ്ട്? മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. അറിയാതെ തന്നെ നാം ഒപ്പമുള്ളവരുടെ ശീലങ്ങൾ കോപ്പിയടിക്കും. അവർ ചിന്തിക്കുന്ന രീതി, അവർ പണം കൈകാര്യം ചെയ്യുന്ന രീതി, അവരുടെ സംസാരം, ഇതെല്ലാം മെല്ലെ മെല്ലെ നമ്മളിലേക്ക് പകരും. ഒരു പരുന്തിന്റെ കുഞ്ഞ് കോഴികളുടെ കൂടെ വളർന്നാൽ അത് പറക്കാൻ മറന്നുപോകും. അത് കോഴിയെപ്പോലെ മണ്ണിൽ കൊത്തിപ്പെറുക്കി നടക്കും. നിങ്ങൾ ഒരു പരുന്താണ്, പക്ഷേ നിങ്ങൾ കോഴികളുടെ കൂടെയാണോ നടക്കുന്നത് എന്ന് സ്വയം പരിശോധിക്കുക. നിങ്ങളുടെ ഫോണിലെ റീസെന്റ് കോൾസ് ലിസ്റ്റ് ഒന്ന് നോക്കൂ. അതിൽ കൂടുതലും നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള, നിങ്ങളെക്കാൾ വിജയിച്ച ആളുകളാണോ അതോ വെറുതെ സമയം കൊല്ലുന്നവരാണോ? നിങ്ങൾക്ക് വളരണമെങ്കിൽ നിങ്ങളെക്കാൾ മുകളിലുള്ളവരുമായി കൂട്ടുകൂടുക. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഉയർത്തപ്പെടും. ഇപ്പോൾ നമ്മൾ രഹസ്യങ്ങൾ പഠിച്ചു, തന്ത്രങ്ങൾ പഠിച്ചു, പരിസ്ഥിതി മാറ്റാൻ പഠിച്ചു. ഇനി വേണ്ടത് ഈ അറിവുകളെ പ്രവൃത്തിയിലേക്ക് മാറ്റാനുള്ള ഇന്ധനമാണ്. അതാണ് അച്ചടക്കം, ഡിസിപ്ലിൻ. ചാണക്യൻ ചന്ദ്രഗുപ്തനെ പരിശീലിപ്പിക്കുമ്പോൾ ഉറക്കവും ഭക്ഷണവും പോലും ചിട്ടപ്പെടുത്തിയിരുന്നു. വിദ്യാർത്ഥിക്ക് സുഖമില്ല, സുഖമാഗ്രഹിക്കുന്നവനു വിദ്യയില്ല. സുഖാർത്ഥിന കുതോ വിദ്യ. ധനികനാകാൻ ആഗ്രഹിക്കുന്നവനും ഇതേ നിയമം ബാധകമാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ ഒരു ചിട്ട, റുട്ടീൻ വേണം. മൂടുള്ളപ്പോൾ മാത്രം പണിയെടുക്കുന്നവൻ വിജയിക്കില്ല. മൂടില്ലെങ്കിലും പണിയെടുക്കുന്നവനാണ് വിജയി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, എനിക്കിതൊക്കെ അറിയാം, പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെയാണ് ചാണക്യന്റെ ദണ്ഡനീതി പ്രസക്തമാകുന്നത്. സ്വയം ശിക്ഷിക്കുക. നിങ്ങൾ വിചാരിച്ച കാര്യം ചെയ്തില്ലെങ്കിൽ അന്ന് രാത്രി അത്താഴം കഴിക്കില്ല എന്ന് തീരുമാനിക്കുക. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സിനിമ കാണില്ല എന്ന് വെക്കുക. സ്വയം ഒരു രാജാവിനെപ്പോലെ ഭരിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പ്രജയാണ്. അതിനെ നിലയ്ക്ക് നിർത്തുക. ഇതൊക്കെ പറയുമ്പോഴും പലരുടെയും മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയിട്ട് എന്തിനാണ്? പണം സമാധാനം തരുമോ? ചാണക്യൻ പണത്തെ വെറുമൊരു പേപ്പർ കഷ്ണമല്ല, ഒരു ഊർജമായാണ് കണ്ടത്. അടുത്ത ഭാഗത്തിൽ പണത്തെക്കുറിച്ചുള്ള ചാണക്യന്റെ തത്വശാസ്ത്രം നമുക്ക് നോക്കാം. പണം എങ്ങനെ സംരക്ഷിക്കണം? എങ്ങനെയാണ് പണം നിങ്ങളെ ബഹുമാനിക്കുക? ലക്ഷ്മീദേവി ചഞ്ചലയാണ് എന്ന് പറയുന്നതെന്തുകൊണ്ട്? ഈ രഹസ്യമറിഞ്ഞാൽ പണം നിങ്ങളുടെ പിന്നാലെ വരും. നിങ്ങൾ പണത്തിന് പിന്നാലെ ഓടേണ്ടിവരില്ല. പലരും പറയാറുണ്ട്, പണം കയ്യിലെ അഴുക്കല്ലേ എന്ന്. ചാണക്യൻ കേട്ടാൽ ചിരിക്കും. അദ്ദേഹം പറയും, ധർമ്മസ്യ മൂലം അർത്ഥഃ. ധർമ്മത്തിന്റെ മൂലം സമ്പത്താണ്. വിശക്കുന്ന വയറുമായി ആർക്കും ധർമ്മം ചെയ്യാൻ കഴിയില്ല. കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പണമെന്നത് ദൈവീകമായ ഒരു ശക്തിയാണ്. അതിനെ ബഹുമാനിക്കണം. നിങ്ങൾ പണത്തെ ബഹുമാനിച്ചാൽ മാത്രമേ പണം നിങ്ങളെ ബഹുമാനിക്കൂ. നിങ്ങൾ കിട്ടുന്ന പണം അനാവശ്യമായി ധൂർത്തടിക്കുകയാണെങ്കിൽ ലക്ഷ്മീദേവി നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ചാണക്യൻ പറയുന്നു, ലക്ഷ്മി ചഞ്ചലയാണ്, ഫിക്കിൽ. അവൾക്കൊരിടത്ത് നിൽക്കാൻ ഇഷ്ടമല്ല. അവളെ പിടിച്ചു നിർത്തണമെങ്കിൽ ഒരു കാര്യമേ വഴിയുള്ളൂ: മിതവ്യയം, ഫ്രൂഗാലിറ്റി. ഇതിനർത്ഥം പിശുക്കനാകണമെന്നല്ല. ആവശ്യത്തിന് ചിലവാക്കുക, അത്യാവശ്യമല്ലാത്തത് ഒഴിവാക്കുക. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും ആപത്കാലത്തേക്ക് മാറ്റിവെക്കണം. ആപത്കാലത്ത് സമ്പത്ത് നിന്നെ രക്ഷിക്കും. സമ്പത്ത് പോയാൽ പിന്നെ ആരും നിന്നെ രക്ഷിക്കില്ല.
പണത്തെക്കുറിച്ചുള്ള മറ്റൊരു കാഴ്ചപ്പാട് നോക്കൂ. നിങ്ങളുടെ കയ്യിലുള്ള ഓരോ രൂപയും ഓരോ ഭടനാണ്, സോൾജിയർ. നിങ്ങൾ ആ ഭടനെ വെറുതെ പുറത്തേക്കയച്ചാൽ, ചെലവാക്കിയാൽ അവൻ മരിച്ചുപോകും. എന്നാൽ നിങ്ങൾ അവനെ പണിക്ക് വിട്ടാൽ, ഇൻവെസ്റ്റ് ചെയ്താൽ, അവൻ യുദ്ധം ചെയ്ത് ശത്രുക്കളുടെ പണം പിടിച്ചെടുത്ത് പുതിയ ഭടന്മാരുമായി തിരിച്ചുവരും. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം. ഇതാണ് ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും തമ്മിലുള്ള വ്യത്യാസം. ചാണക്യൻ അന്ന് പറഞ്ഞതും ഇതുതന്നെയാണ്. കൃഷിഭൂമി വാങ്ങുക, കച്ചവടം തുടങ്ങുക, പണത്തെ ഒഴുക്കിവിടരുത്, പണത്തെ വളർത്തുക. ഇവിടെ ഒരു വലിയ മുന്നറിയിപ്പുണ്ട്. എങ്ങനെയും പണമുണ്ടാക്കാമെന്ന് ചാണക്യൻ പറഞ്ഞിട്ടില്ല. അധർമ്മത്തിലൂടെ നേടുന്ന പണം 10 വർഷം മാത്രമേ നിൽക്കൂ. 11ാം വർഷം അത് വേരടക്കം നശിക്കും. നമ്മൾ ചുറ്റും കാണുന്നില്ലേ? അഴിമതിയിലൂടെയും വഞ്ചനയിലൂടെയും കോടികളുണ്ടാക്കിയവർ പെട്ടെന്നൊരു ദിവസം ജയിലിലാകുന്നു, അല്ലെങ്കിൽ മാരകമായ രോഗം വരുന്നു, അല്ലെങ്കിൽ മക്കൾ വഴി ആ സമ്പത്ത് നശിക്കുന്നു. ധർമ്മത്തിലൂടെ നേടുന്ന പണം, എത്തിക്കൽ വെൽത്ത്, മാത്രമേ തലമുറകളോളം നിൽക്കൂ. അത് സമാധാനം തരും, ഉറക്കം തരും. അധർമ്മത്തിലൂടെയുള്ള പണം ഉറക്കമില്ലാത്ത രാത്രികളാണ് സമ്മാനിക്കുക. അതുകൊണ്ട് പതുക്കെ വളർന്നാലും കുഴപ്പമില്ല, നേരായ വഴിയിലൂടെ വളരുക. ആ അടിത്തറ ഇളകില്ല. നമ്മൾ നേരത്തെ പാമ്പിന്റെ കഥ പറഞ്ഞു, പക്ഷേ അതിൽ ചാണക്യൻ മറ്റൊരർത്ഥം കൂടി ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ട്. നിങ്ങൾ പണക്കാരനായിരിക്കാം, പക്ഷേ അത് പുറത്ത് കാണിക്കരുത് എന്ന് പറഞ്ഞു. എങ്കിലെപ്പോഴാണത് കാണിക്കേണ്ടത്? ആവശ്യമുള്ളപ്പോൾ മാത്രം. നിങ്ങളുടെ സമ്പത്ത് ഒരായുധമാണ്. അതെപ്പോഴും ഉറയിൽ നിന്ന് വലിച്ചൂരി നടക്കരുത്. പക്ഷെ ആരെങ്കിലും നിങ്ങളെ ആക്രമിക്കാൻ വന്നാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശം നിഷേധിച്ചാൽ, അപ്പോൾ മാത്രം ആ വാൾ പുറത്തെടുക്കുക. എന്റെ കയ്യിൽ പണമുണ്ട്, എനിക്ക് നിയമമറിയാം, എനിക്ക് ആളുകളെ അറിയാം എന്നപ്പോൾ മാത്രം കാണിക്കുക. അതാണ് വിഷമില്ലെങ്കിലും പത്തി വിടർത്തണം എന്നതിന്റെ മറ്റൊരു തലത്തിലുള്ള അർത്ഥം. അനാവശ്യമായി ഷോ കാണിക്കരുത്, ഡോണ്ട് ഷോ ഓഫ്. പക്ഷേ അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങളുടെ ശക്തി, പവർ ഉപയോഗിക്കാൻ മടിക്കരുത്. സുഹൃത്തുക്കളെ, ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ നടപ്പിലാക്കാൻ പാടാണ്. ശരിയാണ്, ചാണക്യനീതി എളുപ്പമുള്ള വഴിയല്ല. അത് രാജപാതയല്ല, അത് യുദ്ധപാതയാണ്. പക്ഷേ ഈ യുദ്ധം ജയിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് വലിയ ഡിഗ്രിയോ പാരമ്പര്യമോ അല്ല. നിങ്ങൾക്ക് വേണ്ടത് സ്ഥിരോത്സാഹമാണ്. എങ്ങനെയാണൊരു സാധാരണക്കാരൻ പരാജയങ്ങളിൽ തളരാതെ മുന്നോട്ടു പോകുന്നത്? തോൽവികളെ എങ്ങനെയാണ് ചാണക്യൻ കണ്ടത്? അടുത്ത ഭാഗത്തിൽ പരാജയത്തെക്കുറിച്ചുള്ള ചാണക്യന്റെ അത്ഭുതകരമായ കാഴ്ചപ്പാട് നമുക്ക് നോക്കാം. തോൽവി ഒരു അവസാനമല്ല, അതൊരു തുടക്കമാണ് എന്നെങ്ങനെ തിരിച്ചറിയാം? തയ്യാറല്ലേ? ചാണക്യൻ ഒരിക്കൽ ചന്ദ്രഗുപ്തനോട് ചോദിച്ചു, ചന്ദ്രഗുപ്ത, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗുരു ആരാണെന്നറിയാമോ? ചന്ദ്രഗുപ്തൻ പല പേരുകളും പറഞ്ഞു. ചാണക്യൻ പറഞ്ഞു, അല്ല, അതൊരു ചെറിയ ഉറുമ്പാണ്. ഒരുറുമ്പ് അതിന്റെ ഭാരത്തേക്കാൾ വലിയ അരിമണിയുമായി ചുമരിൽ കയറുന്നു. അത് താഴെ വീഴുന്നു. അത് കരയുന്നുണ്ടോ? ഇല്ല. അത് പരാതി പറയുന്നുണ്ടോ? ഇല്ല. അത് വീണ്ടും കയറുന്നു, വീണ്ടും വീഴുന്നു. 1000 തവണ വീണാലും 1001ാമത്തെ തവണ അത് കയറിയിരിക്കും. നമ്മൾ മനുഷ്യരോ? ഒരിക്കൽ ബിസിനസ് പൊളിഞ്ഞാൽ, ഒരിക്കൽ ഇന്റർവ്യൂ തോറ്റാൽ നമ്മൾ പറയും, എനിക്കിതിനുള്ള യോഗമില്ല. നമ്മൾ വിധിയിൽ വിശ്വസിച്ച് മടിയന്മാരായിരിക്കും. ചാണക്യൻ പറയുന്നു, ഉദ്യോഗിനം പുരുഷസിംഹമുപൈതി ലക്ഷ്മീഹി. പരിശ്രമിക്കുന്ന സിംഹത്തെയാണ് ലക്ഷ്മീദേവി തേടിയെത്തുന്നത്, അല്ലാതെ വിധിയെ പഴിക്കുന്നവനെയല്ല. നിങ്ങളുടെ തോൽവികൾ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പടവുകളാണ്. ഓരോ തവണ തോൽക്കുമ്പോഴും നിങ്ങൾ ഒരു കാര്യം പഠിക്കുന്നു, ഈ വഴി തെറ്റാണ്. എഡിസൺ ബൾബ് കണ്ടുപിടിക്കാൻ 10,000 തവണ തോറ്റു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ തോറ്റതല്ല, ബൾബുണ്ടാക്കാൻ പറ്റാത്ത 10,000 വഴികൾ ഞാൻ കണ്ടുപിടിച്ചു എന്നാണ്. നമ്മളെ തോൽപ്പിക്കുന്നത് പുറത്തുള്ള ശത്രുവല്ല, നമ്മുടെ ഉള്ളിലുള്ള ഭയമാണ്. നാട്ടുകാരെന്തു പറയും എന്ന ഭയം, ഇനിയും പണം പോകുമോ എന്ന ഭയം. ചാണക്യൻ പറയുന്നു, ഭയത്തെ അടുത്തേക്ക് വരാൻ അനുവദിക്കരുത്. അതടുത്തു വന്നാൽ അതിനെ ആക്രമിച്ച് നശിപ്പിക്കുക. ഭയത്തെ എങ്ങനെ നശിപ്പിക്കാം? അതിനൊരേയൊരു വഴിയേ ഉള്ളൂ, കർമ്മം, ആക്ഷൻ. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പേടിയാണോ? ചെയ്യുക.
സംസാരിക്കാൻ പേടിയാണോ? സംസാരിക്കുക. തുടങ്ങാൻ പേടിയാണോ? തുടങ്ങുക. പ്രവർത്തിക്കുമ്പോൾ ഭയം മാറും. ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഭയം കൂടുന്നത്. 2026-ൽ നിങ്ങളെടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനം ഇതാണ്: ഞാൻ പേടിയെ പേടിക്കില്ല. ഇന്നത്തെ കാലത്ത് ആർക്കും ക്ഷമയില്ല. എല്ലാവർക്കും ഇൻസ്റ്റന്റ് വിജയം വേണം. ഇൻസ്റ്റന്റ് നൂഡിൽസ് പോലെ. ബിസിനസ് തുടങ്ങി അടുത്ത മാസം ലാഭം വേണം. ജിമ്മിൽ പോയി ഒരാഴ്ചകൊണ്ട് 6 പാക്ക് വേണം. ചാണക്യൻ പറയുന്നു, കാലം പാകമാകാതെ പറിച്ചാൽ പഴത്തിന് കയ്പുരസമായിരിക്കും. ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കാൻ 10 മാസം വേണം. 9 മാസം കൊണ്ട് പുറത്തെടുക്കാൻ പറ്റില്ല. നിങ്ങൾ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ക്ഷമയാണ്. വെള്ളമൊഴിക്കുക, വളമിടുക, കാത്തിരിക്കുക. വിജയിച്ചവനും പരാജയപ്പെട്ടവനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഈ ക്ഷമയാണ്. പരാജയപ്പെട്ടവൻ 90% പണി കഴിഞ്ഞ് വിജയത്തിന് തൊട്ടുമുൻപ് ഉപേക്ഷിച്ചു പോയവനാണ്. വിജയിച്ചവൻ ആ അവസാനത്തെ 10% കൂടി ക്ഷമയോടെ കാത്തിരുന്നവനാണ്. എന്നാൽ ക്ഷമ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെറുതെ ഇരിക്കുക എന്നല്ല. ചാണക്യൻ പറയുന്നു, കാലം മാറുന്നതിനനുസരിച്ച് തന്ത്രങ്ങളും മാറ്റണം. പണ്ട് നോക്കിയ ഫോൺ മാർക്കറ്റിലെ രാജാവായിരുന്നു. അവർ കാലത്തിനൊപ്പം മാറിയില്ല. സ്മാർട്ട് ഫോൺ വന്നപ്പോൾ അവർ തകർന്നു. പണ്ട് കൊഡാക് ക്യാമറ, ഡിജിറ്റൽ വന്നപ്പോൾ അവർ മാറി നിന്നു. അവർ തകർന്നു. നിങ്ങൾ ധനികനാകണമെങ്കിൽ ലോകമെങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കണം. ഇന്ന് AI-യുടെ കാലമാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാലമാണ്. നിങ്ങൾ പഴയ രീതിയിൽ തന്നെ ബിസിനസ് ചെയ്താൽ, പഴയ ചിന്തയുമായിരുന്നാൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആകും. പുതിയ കാര്യങ്ങൾ പഠിക്കുക. പഠനം നിർത്തുമ്പോൾ വളർച്ച നിൽക്കുന്നു. വെൻ യു സ്റ്റോപ്പ് ലേണിംഗ്, യു സ്റ്റോപ്പ് ഗ്രോയിങ്. ചാണക്യൻ മരിക്കുന്നതുവരെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അറിവ് നേടാൻ അദ്ദേഹം ഒരിക്കലും മടിച്ചിരുന്നില്ല. സുഹൃത്തുക്കളെ, ഇത്രയും നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ ഇതെല്ലാം പ്രാവർത്തികമാക്കണമെങ്കിൽ നിങ്ങൾക്കു വേണ്ടത് ഏകാഗ്രതയാണ്. അർജുനൻ കിളിയുടെ കണ്ണുമാത്രം കണ്ടതുപോലെ നിങ്ങളുടെ ലക്ഷ്യം മാത്രം കാണുക. നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ ഇന്ന് 1000 കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ, സീരീസുകൾ, ഗോസിപ്പുകൾ. ഇതിനെല്ലാമിടയിൽ എങ്ങനെയാണ് മനസ്സിനെ ഒരു ബിന്ദുവിൽ ഉറപ്പിച്ചു നിർത്തുക? എങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒരു ലേസർ ബീം പോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക? അടുത്ത ഭാഗത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള ചില പ്രായോഗിക വഴികൾ പറയാം. ഇത് നിങ്ങളുടെ കാര്യക്ഷമത 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. തയ്യാറല്ലേ? സൂര്യപ്രകാശത്തിന് വലിയ ശക്തിയുണ്ട്. പക്ഷേ അത് ഭൂമിയിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുമ്പോൾ അതിന് കടലാസ് കത്തിക്കാൻ കഴിയില്ല. എന്നാൽ ആ പ്രകാശത്തെ ഒരു ലെൻസ് ഉപയോഗിച്ച് ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചാലോ, അത് തീയായി മാറും. നമ്മുടെ മനസ്സിനും ഇതേ ശക്തിയുണ്ട്. നിങ്ങൾ ഒരേ സമയം 10 കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഒന്നുപോലും നടക്കില്ല. നിങ്ങളുടെ ഊർജം ചിതറിപ്പോകും. എന്നാൽ എല്ലാ ഊർജവും എടുത്ത് ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് വെച്ചാലോ, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ചാണക്യൻ നന്ദരാജവംശത്തെ തകർക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. അദ്ദേഹത്തിന് ഉറക്കമില്ലായിരുന്നു, വിശ്രമമില്ലായിരുന്നു. ഒരേ ഒരു ചിന്ത മാത്രം: ലക്ഷ്യം. ഇന്നത്തെ കാലത്ത് ഏകാഗ്രത കിട്ടാൻ ഏറ്റവും വലിയ തടസ്സമെന്താണ്? നിങ്ങളുടെ പോക്കറ്റിലുള്ള ആ ചെറിയ ഉപകരണം തന്നെ, സ്മാർട്ട് ഫോൺ. ഒരു പഠനം പറയുന്നത് ശരാശരി ഒരു മനുഷ്യൻ 6 മിനിറ്റിലൊരിക്കൽ ഫോൺ നോക്കുന്നുവെന്നാണ്. ഓരോ തവണ ഫോൺ നോക്കുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധയുടെ 20% നഷ്ടപ്പെടുന്നു. വീണ്ടും പഴയ ഏകാഗ്രതയിലേക്ക് വരാൻ തലച്ചോറിന് 15 മിനിറ്റ് സമയം വേണം. അതായത് നിങ്ങൾ ദിവസം മുഴുവൻ ബിസിയായിരിക്കും, പക്ഷേ ഒന്നും നടക്കില്ല. ബിസി ബട്ട് നോട്ട് പ്രൊഡക്റ്റീവ്. ചാണക്യൻ പറയുന്നു, ഏകാഗ്രതയില്ലാത്ത മനസ്സ് ദ്വാരമുള്ള കുടം പോലെയാണ്. നിങ്ങൾ എത്ര വെള്ളമൊഴിച്ചാലും അത് നിറയില്ല. ഇതിനൊരു പരിഹാരമുണ്ട്: ഡീപ്പ് വർക്ക്. ദിവസത്തിൽ 4 മണിക്കൂർ, വെറും 4 മണിക്കൂർ നിങ്ങൾ ലോകത്തുനിന്ന് വിട്ടുനിൽക്കുക. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക, മുറി അടയ്ക്കുക. ആ 4 മണിക്കൂർ നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി മാത്രം മാറ്റിവെക്കുക. ആ സമയത്ത് ചെയ്യുന്ന ജോലിയുടെ ഗുണനിലവാരം ബാക്കി 10 മണിക്കൂർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. വിജയിക്കുന്നവരുടെ മറ്റൊരു ഗുണമാണ് അവഗണന. എല്ലാറ്റിനോടും പ്രതികരിക്കാൻ നിൽക്കരുത്. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും നെഗറ്റീവ് കമന്റിട്ടോ, അവഗണിക്കുക. നാട്ടുകാർ കുറ്റം പറഞ്ഞോ, അവഗണിക്കുക. അനാവശ്യമായ വിവാദങ്ങൾ വന്നോ, അവഗണിക്കുക. നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധമില്ലാത്ത എന്തിനും നിങ്ങളുടെ സമയം കൊടുക്കുന്നത് വിഡ്ഢിത്തമാണ്. ചാണക്യൻ പറയുന്നു, ലക്ഷ്യത്തിലേക്ക് നടക്കുന്നവൻ വഴിയിലെ പട്ടികളുടെ കുരകേട്ട് കല്ലെറിയാൻ നിന്നാൽ
അവൻ ഒരിക്കലും ലക്ഷ്യത്തിലെത്തില്ല. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. അതർഹിക്കുന്നവർക്ക് മാത്രം കൊടുക്കുക. ഏകാഗ്രത കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്നറിയാമോ? നിങ്ങൾ എന്തിനുവേണ്ടി ഇത് ചെയ്യുന്നു എന്ന് സ്വയം ചോദിക്കുക. നിങ്ങൾക്ക് പണമുണ്ടാക്കണം. എന്തിന്? വെറുതെ കാറ് വാങ്ങാനാണോ? അതോ നിങ്ങളുടെ മാതാപിതാക്കളെ നന്നായി നോക്കാനാണോ? അതോ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനാണോ? നിങ്ങളുടെ വൈ ശക്തമാണെങ്കിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നില്ല. ഉറക്കം വരുമ്പോൾ ആ കാരണം നിങ്ങളെ ഉണർത്തും. തളരുമ്പോൾ ആ കാരണം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ചാണക്യന്റെ വൈ വളരെ ശക്തമായിരുന്നു. ഭാരതത്തെ വിദേശ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുക, ധർമ്മം സ്ഥാപിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം തളരാതിരുന്നത്. നിങ്ങളുടെ വൈ എന്താണെന്ന് ഇന്ന് തന്നെ കണ്ടുപിടിക്കുക, അതെഴുതിവയ്ക്കുക. സുഹൃത്തുക്കളെ, നമ്മൾ ഭൗതികമായ വിജയത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. പണം, പദവി, അധികാരം. പക്ഷേ ഇതെല്ലാം നേടിയിട്ടും മനസ്സിൽ സമാധാനമില്ലെങ്കിൽ അത് വിജയമാണോ? ലോകം മുഴുവൻ കീഴടക്കിയിട്ടും സ്വന്തം മനസ്സിനെ കീഴടക്കാൻ പറ്റാത്തവനാണ് യഥാർത്ഥ തോൽവി. ചാണക്യൻ വെറുമൊരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല. അദ്ദേഹം വലിയൊരു ആത്മീയ ജ്ഞാനി കൂടിയായിരുന്നു. അദ്ദേഹം പറയുന്നു, ആത്മവത് സർവഭൂതേഷു, മറ്റുള്ളവരെയും സ്വന്തം പോലെ കാണുക. അടുത്ത ഭാഗത്തിൽ വിജയത്തിന്റെ ആത്മീയ വശത്തെക്കുറിച്ച് സംസാരിക്കാം. എങ്ങനെയാണ് വിനയം നിങ്ങളുടെ വിജയത്തെ നിലനിർത്തുന്നത്? അഹങ്കാരം എങ്ങനെയാണ് സാമ്രാജ്യങ്ങളെ തകർക്കുന്നത്? രാവണനും ദുര്യോധനനും പറ്റിയ തെറ്റ് നമുക്ക് പറ്റാതിരിക്കാൻ എന്തു ചെയ്യണം? വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും കാലുകൾ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്ന ആ വിദ്യ, അത് പഠിക്കണ്ടേ? വിജയത്തിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയാമോ? അത് പരാജയമല്ല. അത് വിജയത്തിൽ നിന്നുണ്ടാകുന്ന അഹങ്കാരമാണ്. രാവണനെ ഓർക്കുക. പാണ്ഡിത്യത്തിൽ, ശക്തിയിൽ, സമ്പത്തിൽ രാവണനേക്കാൾ വലിയവൻ അന്നില്ലായിരുന്നു. സ്വർണലങ്കയുടെ അധിപൻ. പക്ഷേ ഞാൻ എന്ന ഭാവം, എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന അഹങ്കാരം, അതാണ് ആ സാമ്രാജ്യത്തെ ചാരമാക്കിയത്. ചാണക്യൻ പറയുന്നു, വിനാശകാലേ വിപരീത ബുദ്ധി. അഹങ്കാരം വരുമ്പോൾ ബുദ്ധി നശിക്കും. ബുദ്ധി നശിച്ചാൽ നാശമുറപ്പാണ്. നിങ്ങൾ ധനികനാകുമ്പോൾ കാശില്ലാത്ത കാലത്ത് കൂടെ നിന്നവരെ മറക്കരുത്. നിങ്ങൾ വലിയ ഉദ്യോഗസ്ഥനാകുമ്പോൾ താഴെയുള്ളവരെ പുച്ഛിക്കരുത്. കാരണം കാലത്തിന്റെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുകളിലിരിക്കുന്നവൻ നാളെ താഴെയാകും. താഴെയുള്ളവൻ മുകളിലാകും. ഒരു ലിഫ്റ്റിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുകളിലേക്ക് പോകുന്ന അതേ ലിഫ്റ്റ് തന്നെയാണ് താഴേക്കും വരുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ കാണുന്നവരെ ബഹുമാനിക്കുക. കാരണം താഴേക്കു വരുമ്പോഴും അവരെ തന്നെയാണ് നിങ്ങൾ കാണുക. ചാണക്യൻ തന്റെ ശിഷ്യന്മാരോട് പറയുമായിരുന്നു, വിദ്യ വിനയേന ശോഭതേ. വിദ്യ വിനയം കൊണ്ട് ശോഭിക്കുന്നു. കൊടുങ്കാറ്റു വരുമ്പോൾ വൻമരങ്ങൾ ഒടിഞ്ഞു വീഴും. കാരണം അവയ്ക്ക് വഴങ്ങാനറിയില്ല. എന്നാൽ മുള നോക്കൂ, കാറ്റു വരുമ്പോൾ അത് താഴ്ന്നുകൊടുക്കും. കാറ്റു പോകുമ്പോൾ അത് പഴയതിലും കരുത്തോടെ നിവർന്നു നിൽക്കും. ജീവിതത്തിൽ വഴങ്ങിക്കൊടുക്കുന്നത് തോൽവിയല്ല, അത് അതിജീവനത്തിന്റെ തന്ത്രമാണ്. ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ നിന്നൊഴിഞ്ഞുമാറുക. നിങ്ങളുടെ തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക. ക്ഷമിക്കണം എന്നു പറയാൻ മടിക്കരുത്. അത് നിങ്ങളുടെ വലിപ്പം കുറയ്ക്കുകയല്ല, മറിച്ച് കൂട്ടുകയേയുള്ളൂ. അഹങ്കാരം വരുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരപകടമുണ്ട്. നമ്മൾ വിമർശനം കേൾക്കാൻ ഇഷ്ടപ്പെടില്ല. നീ പറയുന്നത് ശരിയല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. അതുകൊണ്ട് നമ്മൾ ആരെ കൂടെ നിർത്തും? നമ്മൾ പറയുന്നതിനൊക്കെ ശരി സാർ, അതേ സാർ എന്നു പറയുന്നവരെ. ഇതാണ് ചാണക്യൻ പറഞ്ഞ ഏറ്റവും വലിയ അപകടം. രാജാവിന് സത്യം പറഞ്ഞുകൊടുക്കുന്ന മന്ത്രിയില്ലെങ്കിൽ ആ രാജ്യം നശിക്കും. നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ മുഖത്തു നോക്കി നിങ്ങൾ ചെയ്യുന്നത് മണ്ടത്തരമാണ് എന്നു പറയാൻ ധൈര്യമുള്ള ഒരു സുഹൃത്തെങ്കിലും വേണം. അവനായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ രക്ഷകൻ. അവൻ പറയുന്നത് കേൾക്കുമ്പോൾ ദേഷ്യം തോന്നാം. പക്ഷേ ആ വാക്കുകളാണ് നിങ്ങളെ വലിയ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. അഹങ്കാരത്തിനുള്ള മരുന്നെന്താണെന്നറിയാമോ? നന്ദി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ദിവസം തന്നതിന് ദൈവത്തോട് നന്ദി പറയുക. ആഹാരം കഴിക്കുമ്പോൾ അത് തന്ന പ്രകൃതിയോട് നന്ദി പറയുക. വിജയിക്കുമ്പോൾ അതിനു സഹായിച്ച മാതാപിതാക്കളോട്, ഗുരുക്കന്മാരോട്, സുഹൃത്തുക്കളോട് നന്ദി പറയുക. ഞാൻ എന്ന ചിന്ത മാറ്റി നമ്മൾ എന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. അസൂയ മാറും, പേടി മാറും. നന്ദിയുള്ള മനസ്സിലേക്ക് കൂടുതൽ സമ്പത്തൊഴുകി വരൂ. സുഹൃത്തുക്കളെ, സമ്പത്തുണ്ടാക്കാം, പ്രശസ്തിയുണ്ടാക്കാം, പക്ഷേ നമുക്കുണ്ടാക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ: സമയം. പോയ പണം തിരിച്ചുപിടിക്കാം, പക്ഷേ പോയ സമയമോ? ചാണക്യൻ സമയത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഓരോ നിമിഷവും എങ്ങനെ ഉപയോഗിക്കണം?
എങ്ങനെയാണ് നമ്മൾ സമയം പാഴാക്കുന്നത്? 24 മണിക്കൂർ കൊണ്ട് 48 മണിക്കൂറിന്റെ ഫലം ഉണ്ടാക്കുന്നതെങ്ങനെ? അടുത്ത ഭാഗത്തിൽ സമയത്തിന്റെ മൂല്യത്തെക്കുറിച്ചും ടൈം മാനേജ്മെന്റിനെക്കുറിച്ചും ചാണക്യൻ നൽകുന്ന ഉപദേശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ജീവിതം ചെറുതാണ്. അതെങ്ങനെ ഏറ്റവും മികച്ചതാക്കാം? ചാണക്യൻ പറയുന്നു, മുഹൂർത്തമപി ജീവേച്ഛ നരഹ ശുക്ലേന കർമ്മണ. ഒരു നിമിഷം മാത്രമേ ജീവിക്കുന്നുള്ളൂവെങ്കിലും അത് പുണ്യകർമ്മം ചെയ്ത് ജീവിക്കുക. അർക്കശൂന്യമായി 1000 വർഷം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. നമ്മൾ പലപ്പോഴും പറയും, എനിക്ക് സമയമില്ല. പക്ഷേ സത്യമെന്താണ്? എല്ലാവർക്കും കിട്ടുന്നത് ഒരേ 24 മണിക്കൂറാണ്. പ്രധാനമന്ത്രിയായാലും പിച്ചക്കാരനായാലും ആർക്കും 25 മണിക്കൂർ കിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ചിലർ മാത്രം ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത്? ഉത്തരം ലളിതമാണ്. അവർ സമയത്തെ കൊല്ലുന്നില്ല, കില്ലിംഗ് ടൈം. അവർ സമയത്തെ ജീവിക്കുന്നു. 1 കോടി രൂപ കൊടുത്താൽ ഇന്നലെ കഴിഞ്ഞുപോയ 1 സെക്കൻഡ് തിരിച്ചു കിട്ടുമോ? ഇല്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് പണമല്ല, സമയമാണ്. നിങ്ങൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ നോക്കിയിരിക്കുന്ന ആ 1 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞ 1 മണിക്കൂറാണ്. അതിനി ഒരിക്കലും തിരിച്ചുവരില്ല. ചാണക്യൻ ഏറ്റവും വെറുത്തിരുന്ന സ്വഭാവം എന്താണെന്നറിയാമോ? ആലസ്യം, ലേസിനെസ് ഓർ പ്രൊക്രാസ്റ്റിനേഷൻ. നാളെ ചെയ്യാം എന്നു പറയുന്നവൻ തോൽക്കാൻ തീരുമാനിച്ചവനാണ്. ചാണക്യൻ പറയുന്നു, ശ്വഹകാര്യമദ്യ കുർവീത. നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യുക. ഉച്ചയ്ക്ക് ചെയ്യേണ്ടത് രാവിലെ ചെയ്യുക. മരണം ആരെയും കാത്തുനിൽക്കില്ല. നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണോ? ഇന്ന് തന്നെ അതിനുള്ള പ്ലാൻ എഴുതുക. വ്യായാമം തുടങ്ങണോ? ഇപ്പോൾ തന്നെ 10 പുഷപ്പ് എടുക്കുക. നല്ല സമയം വരാൻ കാത്തിരിക്കരുത്. നിങ്ങൾ തുടങ്ങുന്ന സമയമാണ് നല്ല സമയം. മാറ്റിവയ്ക്കൽ ഒരു കടം പോലെയാണ്. ഇന്ന് നിങ്ങളത് മാറ്റിവയ്ക്കുമ്പോൾ നാളെ നിങ്ങളത് പലിശ സഹിതം തിരിച്ചടക്കേണ്ടിവരും. ജോലിഭാരം കൂടും, സ്ട്രെസ് കൂടും, ഗുണനിലവാരം കുറയും. ചാണക്യൻ തന്റെ ദിനചര്യയിൽ സമയം കൃത്യമായി വീതിച്ചിരുന്നു. നമുക്കും അത് പരീക്ഷിക്കാം. നിങ്ങളുടെ 24 മണിക്കൂറിനെ 3 ആയി തിരിക്കുക. 8+8+8 റൂൾ. 8 മണിക്കൂർ ഉറക്കം അല്ലെങ്കിൽ വിശ്രമം. ശരീരത്തിന് ചാർജ് ചെയ്യാൻ ഇത് നിർബന്ധമാണ്. ഇതിൽ വിട്ടുവീഴ്ച വേണ്ട. 8 മണിക്കൂർ കഠിനാധ്വാനം, ഹാർഡ് വർക്ക്. ഇത് നിങ്ങളുടെ ജോലിയോ ബിസിനസ്സോ പഠനമോ ആകാം. ഈ 8 മണിക്കൂർ പൂർണ്ണമായി അതിന് കൊടുക്കുക. ഫോണില്ല, കളിയില്ല. 8 മണിക്കൂർ നിക്ഷേപം, ഇൻവെസ്റ്റ്മെന്റ്. ബാക്കിയുള്ള 8 മണിക്കൂറാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. ഇതിൽ 2 മണിക്കൂർ കുടുംബത്തിന് കൊടുക്കുക. 1 മണിക്കൂർ വ്യായാമത്തിന്, 1 മണിക്കൂർ വായനയ്ക്ക്, പുതിയ അറിവിന്. ബാക്കി സമയം വിനോദത്തിന്. ഭൂരിഭാഗം ആളുകളും തോൽക്കുന്നത് ഈ മൂന്നാമത്തെ 8 മണിക്കൂർ വെറുതെ കളയുന്നതുകൊണ്ടാണ്. TV കണ്ടും പരദൂഷണം പറഞ്ഞും അവർ അത് നശിപ്പിക്കുന്നു. ധനികനാകുന്നവൻ ഈ സമയം ഉപയോഗിച്ച് പുതിയ സ്കിൽസ് പഠിക്കുന്നു, പുതിയ വരുമാനമാർഗങ്ങൾ കണ്ടെത്തുന്നു. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ആയുസ് ഒരു ഐസ് കട്ട പോലെയാണ്. അത് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അത് തീരും. അതുകൊണ്ട് ഉരുകിത്തീരുന്നതിനു മുൻപേ അതുപയോഗിച്ച് എന്തെങ്കിലും പ്രയോജനമുള്ളത് ചെയ്യുക. ചാണക്യൻ ചന്ദ്രഗുപ്തനെ ഓർമ്മിപ്പിക്കുമായിരുന്നു. ഓരോ സൂര്യോദയവും നിന്റെ ആയുസ്സിലെ 1 ദിവസത്തെ കുറയ്ക്കുന്നു. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് സ്വയം ചോദിക്കുക, ഇന്ന് ഞാൻ എന്ത് നേടി? ഇന്ന് ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് ഒരടി കൂടി അടുത്തോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ നാളെ അത് തിരുത്തുക. സുഹൃത്തുക്കളെ, നമ്മൾ സമയത്തെക്കുറിച്ച് പഠിച്ചു, പണത്തെക്കുറിച്ച് പഠിച്ചു, മനസ്സിനെക്കുറിച്ച് പഠിച്ചു. പക്ഷെ ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ജീവിതത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, ഡിസിഷൻസ്. ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാൻ എങ്ങനെ കഴിയും? പലപ്പോഴും നമ്മൾ വികാരങ്ങൾക്കടിപ്പെട്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ. ചാണക്യന് ഇതിനൊരു ഫോർമുലയുണ്ടായിരുന്നു. തീരുമാനമെടുക്കുന്നതിനു മുൻപ് ചോദിക്കേണ്ട 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരില്ല. അതെന്താണെന്നറിയണ്ടേ? ജീവിതമെന്നത് തീരുമാനങ്ങളുടെ ആകത്തുകയാണ്. നിങ്ങൾ ഇന്നാരാണോ അത് ഇന്നലെ നിങ്ങളെടുത്ത തീരുമാനങ്ങളുടെ ഫലമാണ്. നിങ്ങൾ നാളെ ആരാകുമോ അത് ഇന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. പക്ഷേ എങ്ങനെയാണ് ശരിയായ തീരുമാനമെടുക്കുക? നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്റെ മനസ്സ് പറയുന്നത് കേൾക്കണോ അതോ തലച്ചോറ് പറയുന്നത് കേൾക്കണോ? ചാണക്യൻ ഇതിനൊരു വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, കഹാ കാലഹ കാനി മിത്രാണി കോ ദേശഹ കൗ വ്യയാഗമൗ. ഏതൊരു വലിയ തീരുമാനമെടുക്കുന്നതിനു മുൻപും, അത് വിവാഹമാകട്ടെ, ബിസിനസ്സാകട്ടെ, ജോലി രാജിവെക്കുന്നതാകട്ടെ, നിങ്ങൾ സ്വയം ചോദിക്കേണ്ട 3 ചോദ്യങ്ങൾ ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, കഹ കാലഹ, എന്താണ് സമയം? നിങ്ങളുടെ തീരുമാനം എത്ര നല്ലതാണെങ്കിലും സമയം തെറ്റാണെങ്കിൽ ഫലം ദുരന്തമായിരിക്കും. വിത്ത് വിതയ്ക്കാൻ നല്ലതാണ്, പക്ഷേ വേനൽക്കാലത്ത് വിതച്ചാൽ അത് മുളയ്ക്കുമോ? ഇല്ല, മഴക്കാലത്ത് വിതയ്ക്കണം. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ചോദിക്കുക, മാർക്കറ്റ് ഇപ്പോൾ എങ്ങനെയുണ്ട്? ആളുകൾക്ക് പണമുണ്ടോ?
എന്റെ ഉൽപ്പന്നത്തിന് ഇപ്പോൾ ഡിമാൻഡുണ്ടോ? നിങ്ങൾ ദേഷ്യത്തിലാണ്. ആരെങ്കിലും വഴക്ക് പറയാൻ തോന്നും. ചോദിക്കുക, ഇതാണോ ശരിയായ സമയം? ഇപ്പോൾ പറഞ്ഞാൽ അത് ഗുണം ചെയ്യുമോ അതോ ദോഷം ചെയ്യുമോ? ചാണക്യൻ പറയുന്നു, ക്ഷമയോടെ കാത്തിരിക്കുക, എന്നാൽ സമയം വരുമ്പോൾ ചാടി വീഴുക. വെയിറ്റ് പേഷ്യൻ്റ്ലി, സ്ട്രൈക്ക് ഇൻസ്റ്റൻ്റ്ലി. രണ്ടാമത്തെ ചോദ്യം, കാനി മിത്രാണി. ആരാണ് മിത്രങ്ങൾ? ഏതൊരു യുദ്ധത്തിനും ഇറങ്ങും മുൻപ് സൈന്യത്തെ നോക്കണം. നിങ്ങൾ ഒറ്റയ്ക്കാണോ അതോ വിശ്വസിക്കാൻ പറ്റുന്നവർ കൂടെയുണ്ടോ? നിങ്ങൾ വലിയൊരു റിസ്ക് എടുക്കാൻ പോകുന്നു. ചോദിക്കുക, ഞാൻ വീണാൽ പിടിക്കാൻ ആരെങ്കിലുമുണ്ടോ? എന്റെ കുടുംബം കൂടെ നിൽക്കുമോ? എന്റെ പാർട്ട്ണർ വിശ്വസ്തനാണോ? കൂട്ടുകാരെന്ന് പറഞ്ഞു നടക്കുന്നവർ ആപത്ത് കാലത്ത് ഓടിപ്പോകുന്നവരാണെങ്കിൽ ആ റിസ്ക് എടുക്കരുത്. ആദ്യം വിശ്വസ്തരായ ഒരു ടീമിനെ ഉണ്ടാക്കുക, എന്നിട്ട് യുദ്ധത്തിനിറങ്ങുക. മൂന്നാമത്തെ ചോദ്യം, കൗ വ്യയാഗമൗ. എന്താണ് വരവും ചിലവും? ഇതാണ് ഏറ്റവും പ്രായോഗികമായ ചോദ്യം. ഈ തീരുമാനമെടുത്താൽ എനിക്കെന്ത് കിട്ടും, എന്ത് നഷ്ടപ്പെടും? വൈകാരികമായി ചിന്തിക്കരുത്, കണക്ക് നോക്കുക. ഞാൻ ഈ ജോലി രാജിവെച്ചാൽ എനിക്ക് സമാധാനം കിട്ടും, പക്ഷേ അടുത്ത 6 മാസം ജീവിക്കാനുള്ള പണം എന്റെ കയ്യിലുണ്ടോ? ഞാൻ അവനോട് പ്രതികാരം ചെയ്താൽ എനിക്കൊരു സുഖം കിട്ടും, പക്ഷേ അതെന്റെ ഭാവിയെ ബാധിക്കുമോ? പോലീസ് കേസാകുമോ? ചാണക്യൻ പറയുന്നു, നഷ്ടം ലാഭത്തേക്കാൾ കൂടുതലാണെങ്കിൽ ബുദ്ധിമാൻ ആ വഴിക്ക് പോകില്ല. താൽക്കാലികമായ സന്തോഷത്തിനു വേണ്ടി ശാശ്വതമായ സമാധാനം കളയരുത്. ഈ 3 ചോദ്യങ്ങൾ, സമയം, കൂട്ടുകാർ, ലാഭനഷ്ടം, ഇതിന് 3നും തൃപ്തികരമായ ഉത്തരം കിട്ടിയാൽ മാത്രം മുന്നോട്ടു പോകുക. ഇല്ലെങ്കിൽ കാത്തിരിക്കുക. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ യാത്ര അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ധനികനാകാനുള്ള വഴികൾ, മനസ്സ് നിയന്ത്രിക്കാനുള്ള വിദ്യകൾ, തീരുമാനമെടുക്കാനുള്ള ഫോർമുല, ഇതെല്ലാം നമ്മൾ കണ്ടു. പക്ഷേ ചാണക്യനീതിയിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഇനിയാണ് വരുന്നത്. ഇതെല്ലാം ആർക്കുവേണ്ടി? നിങ്ങൾ വിജയിച്ചു, കോടികൾ സമ്പാദിച്ചു, പക്ഷേ നിങ്ങളുടെ ആരോഗ്യം പോയി, അല്ലെങ്കിൽ കുടുംബം പോയി. എങ്കിലത് വിജയമാണോ? ചാണക്യൻ ആരോഗ്യത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും വളരെ വ്യക്തമായ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു ധനികന് വേണ്ട ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യം, ഹെൽത്ത്. ഒരു വിജയിക്കു വേണ്ട ഏറ്റവും വലിയ ആശ്വാസം സന്തുഷ്ടമായ കുടുംബം, ഹാപ്പി ഫാമിലി. അടുത്ത ഭാഗത്തിൽ ഈ 2 തൂണുകളെക്കുറിച്ച് പറയാം. ജോലി തിരക്കിനിടയിൽ ആരോഗ്യമെങ്ങനെ നോക്കണം, പണത്തിനു മുകളിൽ കുടുംബത്തെ എങ്ങനെ പ്രതിഷ്ഠിക്കണം, അവസാനത്തെ ചില പാഠങ്ങൾ. നമ്മൾ ധനികരാകണമെന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്നത് ബാങ്ക് ബാലൻസിനെക്കുറിച്ചാണ്. പക്ഷേ ചാണക്യൻ ചോദിക്കുന്നു, ശരീരം രോഗിയാണെങ്കിൽ സ്വർണ്ണക്കട്ടിലിൽ കിടന്നാലും നിനക്കുറക്കം വരുമോ? ചാണക്യനീതിയിലെ ഒരു സുവർണ വരിയുണ്ട്, അജീർണേ ഭേഷജം വാരി. ദഹിക്കാത്തപ്പോൾ വെള്ളമാണ് മരുന്ന്. അദ്ദേഹം ഭക്ഷണത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും കൃത്യമായ നിയമങ്ങൾ പാലിച്ചിരുന്നു. ഇന്നത്തെ കോർപ്പറേറ്റ് ലോകത്ത് നമ്മൾ പണമുണ്ടാക്കാൻ വേണ്ടി ആരോഗ്യം വിൽക്കുന്നു. രാത്രി ഉറങ്ങാതെ പണിയെടുക്കുന്നു, സമയമില്ലാത്തതുകൊണ്ട് ജങ്ക് ഫുഡ് കഴിക്കുന്നു, സ്ട്രെസ് കൊണ്ട് BP കൂട്ടുന്നു. എന്നിട്ടോ 40 വയസ്സാകുമ്പോൾ സമ്പാദിച്ച പണം മുഴുവൻ ആശുപത്രിയിൽ കൊടുക്കുന്നു. ഇതാണോ ബുദ്ധി? ചാണക്യൻ പറയുന്നു, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചുപിടിക്കാൻ സാമ്രാജ്യം വിട്ടാലും കഴിയില്ല. 2026ലേക്ക് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ജിമ്മിലോ നല്ല ഭക്ഷണത്തിലോ ആയിരിക്കണം. ദിവസവും 30 മിനിറ്റ് സ്വന്തം ശരീരത്തിനു വേണ്ടി മാറ്റിവെക്കുക. കാരണം ഈ ശരീരം മാത്രമാണ് ജനനം മുതൽ മരണം വരെ നിങ്ങളുടെ കൂടെയുള്ള ഏക സുഹൃത്ത്. തിരക്കിനിടയിൽ നമ്മൾ മറന്നുപോകുന്ന രണ്ടാമത്തെ കാര്യം കുടുംബം. ഓഫീസിലെ ടാർഗറ്റ് തികയ്ക്കാൻ വേണ്ടി നമ്മൾ വീട്ടിലെ സമയം വെട്ടിക്കുറയ്ക്കുന്നു. ചാണക്യൻ പറയുന്നു, ദുഷ്ടയായ ഭാര്യയും കള്ളനായ സുഹൃത്തും അനുസരണയില്ലാത്ത ഭൃത്യനും പാമ്പുള്ള വീടും, ഇത് 4 മരണത്തിന് തുല്യമാണ്. ഇതിന്റെ മറുവശം ചിന്തിക്കൂ. സ്നേഹമുള്ള ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും നല്ല സുഹൃത്തുക്കളും സമാധാനമുള്ള വീടുമുണ്ടെങ്കിൽ അത് സ്വർഗമാണ്. നിങ്ങൾ പുറത്ത് യുദ്ധം ജയിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ അവിടെ സമാധാനമില്ലെങ്കിൽ ആ വിജയത്തിന് എന്തർത്ഥമാണുള്ളത്? നിങ്ങളുടെ മക്കൾ വളരുന്നത് കാണാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ കോടീശ്വരനായാലും പരാജയമാണ്. ചാണക്യൻ സന്യാസിയായിരുന്നില്ല. അദ്ദേഹം ഒരു ഗൃഹസ്ഥാശ്രമധർമ്മം കൃത്യമായി പാലിക്കാൻ ഉപദേശിച്ചയാളാണ്. പണം വേണം, പക്ഷേ പണത്തിനുവേണ്ടി ബന്ധങ്ങൾ ബലികഴിക്കരുത്. ഒരു ചെറിയ ടെക്നിക്ക് പറയാം. വീടിന്റെ വാതിൽപ്പടിയിലൊരു സാങ്കൽപ്പിക സ്വിച്ച് വയ്ക്കുക. ഓഫീസിൽ നിന്ന് വരുമ്പോൾ ആ പടിയിൽ വെച്ച് ഓഫീസ് സ്വിച്ച് ഓഫ് ചെയ്യുക. ഫാമിലി സ്വിച്ച് ഓൺ ചെയ്യുക. വീടിനുള്ളിൽ നിങ്ങൾ മാനേജറല്ല, CEO അല്ല. നിങ്ങൾ അച്ഛനാണ്, അമ്മയാണ്, മകനാണ്, ഭർത്താവാണ്. ആവേശം ഭംഗിയായി ആടുക.
നിങ്ങളുടെ സാമ്രാജ്യം തകർന്നാലും അവസാനം നിങ്ങൾക്ക് വരാനൊരിടം വേണം. അത് നിങ്ങളുടെ വീടാണ്. ആ വീടിനെ സ്നേഹിക്കുക. എല്ലാം നേടി ഉന്നതങ്ങളിലെത്തുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ അനുഭവിക്കും: ഏകാന്തത, ലോൺലിനെസ്. മുകളിലേക്ക് പോകുന്തോറും തിരക്ക് കുറയും, കൂടെയുള്ളവർ കുറയും. ചാണക്യൻ പറയുന്നു, ഏകാകിനസ്തപോ ദ്വാഭ്യാം. പഠിക്കാനും തപസ്സു ചെയ്യാനും ഏകാന്തതയാണ് നല്ലത്. വിജയിച്ചു മനുഷ്യർ ഏകാന്തതയെ ഭയപ്പെടുന്നില്ല, അവർ അതിനെ ആഘോഷിക്കുന്നു. എംബ്രേസ് സോളിറ്റ്യൂഡ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാൻ സമയം കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ സമയത്താണ് പുതിയ ഐഡിയകൾ ജനിക്കുന്നത്. ആ സമയത്താണ് ആത്മപരിശോധന നടക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ യാത്ര ഏകദേശം പൂർത്തിയാകാറായി. രഹസ്യങ്ങളിൽ തുടങ്ങി തന്ത്രങ്ങളിലൂടെ ആരോഗ്യത്തിലും കുടുംബത്തിലും എത്തി നിൽക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫൈനൽ ആക്ഷൻ പ്ലാനാണ്. ഇതെല്ലാം കേട്ടു, ഇനി നാളെ രാവിലെ മുതൽ എന്തു ചെയ്യണം? അടുത്ത ഭാഗത്തിൽ ഈ അറിവുകളെല്ലാം സംഗ്രഹിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ലളിതമായ ഒരു ചാണക്യ ദിനചര്യ ഞാൻ പറഞ്ഞുതരാം. കൂടാതെ ഒരു മോട്ടിവേഷണൽ കൺക്ലൂഷനും. നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാൻ സമയമായി. അറിവ് മാത്രം പോരാ, അത് ശീലമാക്കണം. ചാണക്യൻ പറയുന്നു, അഭ്യാസാദ് ധാരയതേ വിദ്യ. അഭ്യാസം കൊണ്ടേ വിദ്യ നിലനിൽക്കൂ. നാളെ മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണ്. ഇതാ ഒരു ലളിതമായ ആക്ഷൻ പ്ലാൻ. രാവിലെ ബ്രഹ്മമുഹൂർത്തം. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഉണരുക. ഈ സമയം പ്രകൃതി നിശബ്ദമാണ്. നിങ്ങളുടെ തലച്ചോർ ഏറ്റവും മൂർച്ചയുള്ളതാണ്. അന്നത്തെ ദിവസത്തെ പ്ലാൻ തയ്യാറാക്കുക. മൗനം, സൈലൻസ്. ഉണർന്ന ഉടനെ ഫോൺ നോക്കരുത്. ആദ്യത്തെ 1 മണിക്കൂർ സ്വന്തം കാര്യങ്ങൾക്ക്, വ്യായാമം, വായന എന്നിവയ്ക്ക് മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. കർമ്മം, വർക്ക്. ജോലിസ്ഥലത്ത് പൂർണ്ണ ഏകാഗ്രത. ഗോസിപ്പുകൾക്കും അനാവശ്യ വർത്തമാനങ്ങൾക്കും ചെവി കൊടുക്കരുത്. നിശബ്ദനായ സിംഹത്തെപ്പോലെ പണിയെടുക്കുക. രഹസ്യം, സീക്രസി. ഇന്നു മുതൽ ഒരു ശീലം തുടങ്ങുക. നിങ്ങളുടെ അടുത്ത വലിയ പ്ലാൻ ആരോടും പറയില്ലെന്ന് തീരുമാനിക്കുക. വായ തുറക്കാൻ തോന്നുമ്പോൾ പാമ്പിന്റെ കഥയോർക്കുക. രാത്രി, റിഫ്ലക്ഷൻ. കിടക്കുന്നതിനു മുൻപ് 5 മിനിറ്റ് ചിന്തിക്കുക. ഇന്ന് ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞോ? എന്റെ സമയം വെറുതെ കളഞ്ഞോ? സ്വയം തിരുത്തുക. ഇത് 21 ദിവസം തുടർച്ചയായി ചെയ്യുക. മാറ്റം നിങ്ങൾ തിരിച്ചറിയും. സുഹൃത്തുക്കളെ, നമ്മൾ തുടങ്ങിയത് ഒരു മന്ത്രത്തിൽ നിന്നാണ്. കർമ്മണ്യവാധികാരസ്തേ. കർമ്മം ചെയ്യുക, ഫലത്തിൽ ആഗ്രഹിക്കാതിരിക്കുക. ഇന്ന് നമ്മൾ പഠിച്ച 5 രഹസ്യങ്ങൾ: സാമ്പത്തിക നഷ്ടം, കുടുംബവഴക്ക്, അപമാനം, ഭാവി പദ്ധതികൾ, ദാനം. ഇവ വെറുമൊരു ലിസ്റ്റല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷാകവചമാണ്. ഈ ലോകം ഒരു യുദ്ധക്കളമാണ്. ഇവിടെ നിഷ്കളങ്കതയ്ക്ക് സ്ഥാനമില്ല. ഇവിടെ അതിജീവിക്കുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഏറ്റവും ശക്തനായവനല്ല, മറിച്ച് ഏറ്റവും ബുദ്ധിയുള്ളവനാണ്. ശക്തി കൊണ്ട് നിങ്ങൾക്ക് ഒരാളെ തോൽപ്പിക്കാം. ബുദ്ധി കൊണ്ട് നിങ്ങൾക്കൊരു സാമ്രാജ്യത്തെ തോൽപ്പിക്കാം. നിങ്ങൾ ഓരോരുത്തരും ഒരു ചന്ദ്രഗുപ്തനാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ചക്രവർത്തിയുണ്ട്. പക്ഷേ ആ ചക്രവർത്തിയെ ഉണർത്താൻ ഒരു ചാണക്യൻ വേണം. ആ ചാണക്യൻ മറ്റാരുമല്ല, അത് നിങ്ങളുടെ സ്വന്തം വിവേകമാണ്. ഇന്ന് ഈ നിമിഷം മുതൽ പഴയ നിങ്ങളെ ഉപേക്ഷിക്കുക. പരാതി പറയുന്ന, സമയം കളയുന്ന, രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന ആ പഴയ വ്യക്തിത്വം ഇവിടെ തീർന്നു. നാളെ ഉണരുന്നത് പുതിയൊരു മനുഷ്യനായിരിക്കണം. ലക്ഷ്യമുള്ള, അച്ചടക്കമുള്ള, നിശബ്ദനായ ഒരു പോരാളി. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ വെളിച്ചം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കേട്ട് വെറുതെ വിടരുത്. ഇതിൽ പറഞ്ഞ ഒരു കാര്യമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. ഈ അറിവ് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ വഴി അറിയാതെ നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. അതവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. കൂടുതൽ ചാണക്യനീതി വീഡിയോകൾക്കും ജീവിത വിജയത്തിനുള്ള മോട്ടിവേഷനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കോമന്റ് ബോക്സിൽ എഴുതുക, "I am a warrior." ഞാനൊരു പോരാളിയാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം ലോകമറിയട്ടെ. മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. ജയ് ഹിന്ദ്.